السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله مولانا العظيم. أرحم الراحمين يا رب നമ്മുടെ ഈ സംഗമം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഉഖറവിയായ മുതഅല്ലിമീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തി തരണം റഹ്മാനെ. തഅല്ലുമ തഅലീമെല്ലാം നിന്റെ ഇഖ്ലാസുള്ള പ്രവർത്തനമാക്കി തരണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ആദരണീയരായ സ്ഥാപനത്തിൻ്റെ ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, ചുരുക്കം ചില വാക്കുകൾ പറഞ്ഞ് മുതഅല്ലിമീങ്ങൾ ഇവരെ വിളിച്ചു. ഞാൻ വന്നപ്പോൾ ശൈഖുന ഉസ്താദിനെ കണ്ടപ്പോൾ പകുതി ജീവൻ പോയി. ഉസ്താദ് പോയപ്പോൾ ഒരല്പം ആശ്വാസമായി. ഇനി ഇരിക്കുന്ന ഉസ്താദുമാരൊക്കെ കൂട്ടുകാരാണ്. തെറ്റുണ്ടെങ്കിൽ അവരൊക്കെ എനിക്ക് പറഞ്ഞു തരും. പറയുന്ന വിഷയത്തിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചോദിക്കാം, അവർക്ക് ചോദിക്കാൻ പറ്റില്ല. അവർ എനിക്ക് പറഞ്ഞു തരണം. നിങ്ങൾക്കെന്തും ചോദ്യം ചെയ്യാം, എന്തും ചോദിക്കാം. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ വലിയ ഭാഗ്യവന്മാരാണ്. എന്തുകൊണ്ടാണ് ഭാഗ്യം? ഞാനത് പിന്നെ പറയാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. ലോകത്ത് കുറേ മതങ്ങളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ മതം ഒന്നേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ മതം ഒന്നേ ഉള്ളൂ. അത് ഇസ്ലാമാണ്. ഇസ്ലാം അല്ലാത്ത അറിയപ്പെടുന്ന ഏത് മതങ്ങളുണ്ടെങ്കിലും അതെല്ലാം മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. സൂറത്തു ആലി ഇംറാനിൽ കാണാം. ഞാൻ രണ്ടായത്തോ നിങ്ങൾ ശ്രദ്ധിക്കുന്നു അറിയില്ല. ഒന്ന്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. രണ്ടാമത് ഓതി വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ. ഇസ്ലാം അല്ലാത്ത ഒന്നിനെ മതമായി ആരെങ്കിലും തേടിപ്പോകുകയാണെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അത് സ്വീകരിക്കപ്പെടുന്നതല്ല. അവ സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം അല്ലാത്തത് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്ത മതം തേടിപ്പോകുന്നവൻ പാരത്രിക ലോകത്തേക്ക് എത്തുമ്പോൾ അവൻ പരാജയപ്പെട്ടവനാണ്. അപ്പോൾ വിജയിച്ചവനാകണോ? മതം മുറുകെ പിടിക്കണം. മതം ഒന്നേ ഉള്ളൂ, അത് ഇസ്ലാമാണ്. അല്ലാത്തത് മുഴുവനും അത് നിർമ്മിത മതമാണ്, മനുഷ്യൻ കെട്ടിയുണ്ടാക്കിയതാണ്.
എന്നിട്ട് പരിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലി വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. ആ മതം ദീൻ എന്ന് പറയുന്നത് സിറാത്തി മുസ്തഖീമ, എൻ്റെ മുസ്തഖീമായ വഴിയാണ്. ഫത്തബിഊഹു, അതിനെ ഫോളോ ചെയ്യണം, ആ മതത്തിനെ ഫോളോ ചെയ്യണം. എന്നിട്ട് പറയാൻ വലാ തത്തബിഉസ് സുബുല, ജമ്മാണ്, വലാ തത്തബിഉസ് സുബുല, ദീൻ അല്ലാത്ത മറ്റു വഴികളെ നിങ്ങൾ പിന്തുടരരുത്. അപ്പൊ കുറെ വഴിയുണ്ട് എന്നായി. സുബുൽ എന്നല്ലേ പറഞ്ഞ, അക്കലുൽ ജമ്മി സലാസ, ചുരുങ്ങിയത് 3 വേണം, 3000 മതമുണ്ട്. വലാ തത്തബിഉസ് സുബുല, മറ്റു മതങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യരുത്. അപ്പോ ഇസ്ലാം മതത്തിനെ പിന്തുടരണം, ഇസ്ലാം അല്ലാത്തതിനെ പിന്തുടരരുത്, ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മതമാണ്. ആ മതം ലോകത്ത് ജനങ്ങളിലേക്ക് എത്തിക്കണം. മനുഷ്യനെ അള്ളാഹു പടച്ചു. എന്തിനാണ് അള്ളാഹു തആല മനുഷ്യനെ പടച്ചത്? അവനെ അറിയാൻ വേണ്ടിയിട്ടാണ്. സൃഷ്ടാവായ അള്ളാഹുവിനെ അറിയാൻ അള്ളാഹ് സൃഷ്ടികളെ പടച്ചു. എങ്ങനെ സൃഷ്ടാവിനെ അറിയും? അത് അറിയിച്ചു കൊടുക്കാൻ ലക്ഷക്കണക്കിന് അമ്പിയാക്കളെ ലോകത്തേക്ക് പറഞ്ഞയച്ചു. ആ അമ്പിയാക്കൾ ലോകത്ത് മതത്തിനെ പ്രബോധനം ചെയ്തു. അപ്പൊ മതം എന്ന് പറയുന്ന റബ്ബിന്റെ ആ ദീനിനെ ലോകത്ത് ജനങ്ങളിലേക്ക് അതിനെ പറഞ്ഞു കൊടുത്തത്, ജനങ്ങളിലേക്ക് എത്തിച്ചത് അമ്പിയാക്കളാണ്. അമ്പിയാക്കൾ മുഖേന ലോകത്തേക്ക് കടന്നു വന്ന മതം. ആ അമ്പിയാക്കളിൽ അവസാനത്തെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ ദീൻ ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അത് നിലനിർത്താൻ അമ്പിയാക്കൾ എന്താണോ ചെയ്ത ഡ്യൂട്ടി, ആ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ടവരാണ് ഈ സമൂഹത്തിലെ പണ്ഡിതന്മാർ. അൽ ഉലമാഉ വറസത്തുൽ അംബിയ, അമ്പിയാക്കളുടെ അനന്തര അവകാശികളാണ് പണ്ഡിതന്മാർ. അപ്പൊ അമ്പിയാക്കൾ എന്താണോ ഇവിടെ ചെയ്തത്, ആ പ്രവർത്തനം ചെയ്യാൻ ഭൂമി ലോകത്ത് ഏൽപ്പിക്കപ്പെട്ടവർ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർക്ക് എന്താണ് അമ്പിയാക്കൾ കൊടുത്തത്? കൊടുത്ത അനന്തരം ഇൽമാണ്. ആ ഇൽമ് എങ്ങനെ ലഭിക്കും? അത് മാത്രമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൽമ് ലഭിക്കല് കിതാബിൽ നിന്നല്ല, ഗുരുമുഖത്തിൽ നിന്നാണ് ഇൽമു ലഭിക്കുക. ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഗുരുമുഖത്തിൽ നിന്നാണ് ഇൽമു ലഭിക്കുന്നത്. നമ്മുടെ ഗുരുവാണ് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ മാണി ഉസ്താദ്. അള്ളാഹു ആഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ. ഗുരുമുഖത്തിൽ നിന്നാണ് ഇൽമു ലഭിക്കുന്നത്. ആ ഒരു വിഷയം മാത്രം പഠിപ്പിക്കാൻ വേണ്ടിയാണ് സ്വഹീഹുൽ ബുഖാരിയുടെ 1-ാമത്തെ അധ്യായം. ഏതാണ് സ്വഹീഹുൽ ബുഖാരിയുടെ 1-ാമത്തെ അധ്യായം? കൈഫ കാന ബദുഉൽ വഹ്യി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹീന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഇവിടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഒട്ടനവധി ഹദീസ് ഗ്രന്ഥങ്ങൾ, ഒന്നൊരിക്കൽ ബാബുൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ അധ്യായം, അല്ലെങ്കിൽ അതുപോലത്തെ മറ്റു പല അധ്യായങ്ങളും തുടങ്ങിയത് കാണാം. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സ്വഹീഹുൽ ബുഖാരി തുടങ്ങുന്നത് കൈഫ കാന ബദുഉൽ വഹ്യി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് വഹ്യിന്റെ തുടക്കം എങ്ങനെയായിരുന്നു?
വഹിയിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ശ്രദ്ധിക്കുക, വഹിയിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? എന്തിനാണ് ഒരു വഹിയുമായി ബന്ധപ്പെട്ട ഒരു അധ്യായം സഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവരാനുള്ള കാരണം? സഹീഹുൽ ബുഖാരി അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയാണ്. ബുഖാരിയല്ല കേട്ടോ, സഹീഹുൽ ബുഖാരി. ഈ വിദേഹത്തുകാര് ഹൈവേന്റെ സൈഡിൽ ഇങ്ങനെ പ്രസംഗിക്കുന്നത് ബുക്കാരിയിലുണ്ടോ? അത് ചട്ടി ഉണ്ടാക്കുന്ന മൺചട്ടി ഉണ്ടാക്കുന്ന ഒരു കൂട്ടുണ്ട്, ബുക്കാരിയോ എന്ന് പറഞ്ഞിട്ട്. നമ്മളുടെ അതല്ല, നമ്മൾ സഹീഹുൽ ബുഖാരിയാണ്. സഹീഹുൽ ബുഖാരിയാണ്. ആ സഹീഹുൽ ബുഖാരി ആരോടേതാ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥമാണ്. ആരാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു? 3 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയ മഹാനാണ്. 3 ലക്ഷം സ്വഹീഹ് ഗൈറു സഹീഹ്, 1 ലക്ഷം സ്വഹീഹായ ഹദീസും 2 ലക്ഷം ഗൈറു സഹീഹ്, സ്വഹീഹല്ലാത്ത ഹദീസും. ചെറിയ കുട്ടികൾക്ക് തിരിഞ്ഞുള്ളൊന്നുമില്ല. അങ്ങനെ 3 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയ മഹാനാണ് ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. അതിൽ സ്വഹീഹായ 1 ലക്ഷം. എന്നാൽ അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയാകുന്ന ആ ഗ്രന്ഥത്തിൽ 7265 ഹദീസാണ് അതിലുള്ളത്. 7265 ഹദീസാണ് സ്വഹീഹുൽ ബുഖാരിയിലുള്ളത്. അതിന്റെ ആവർത്തനം ഒരേ ഹദീസ് 2-3 പ്രാവശ്യം പറഞ്ഞത് കാണാം. ആവർത്തനം ഒഴിവാക്കിയാൽ കേവലം 4000-ഓളം ഹദീസ് മാത്രമേ സഹീഹുൽ ബുഖാരിയിലുള്ളൂ. ഇമാം ബുഖാരി തങ്ങൾ മനപ്പാടമാക്കിയ സ്വഹീഹ് 1 ലക്ഷം. ആ 1 ലക്ഷത്തിന്റെ 20-1 ബുഖാരിയിലുള്ളൂ, അഥവാ 4000 ചില്ലാനം ഹദീസുകൾ. ആ 4000 ചില്ലാനം ഹദീസ് എന്ന് പറഞ്ഞാൽ ആവർത്തനമില്ലാതെ, ആവർത്തനത്തോടു കൂടെ 7265 ഹദീസാണ്. ആ ഓരോ ഹദീസുകളും സഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു തആല എടുത്തു വെക്കുമ്പോൾ ഓരോ ഹദീസുകളും കുളിച്ച് ഒതുകൊടുത്ത് ഫ്രഷായി വന്ന് കമീസ് ധരിച്ച് തലേക്കെട്ട് കെട്ടി ഷാല് വയച്ച് അത്തറ് പുരട്ടി 2 റക്അത്ത് നിസ്കരിച്ചിട്ടല്ലാണ്ട് ബുഖാരിയിൽ ഒരൊറ്റ ഹദീസും വെച്ചിട്ടില്ല. അവ ഏകദേശം 15000-ഓളം റക്അത്ത് നിസ്കരിച്ചിട്ടാണ് 7265 ഹദീസ് ബുഖാരിയിൽ കൊണ്ടുവച്ചത്. ഞാനിത് പറയുന്നത് ബുഖാരി കളിയല്ല, അത് ബുക്കാരിയല്ല, സഹീഹുൽ ബുഖാരിയാണ്. ആ ബുഖാരിന്റെ ഓരോ അധ്യായത്തിനും ഇമാമിങ്ങൾ കൊടുത്ത വ്യാഖ്യാനം വളരെ വലുതാണ്. എന്നാൽ സഹീഹുൽ ബുഖാരി തുടങ്ങുന്ന 1-ാമത്തെ അധ്യായം കൈഫ കാന ബദുഉൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹിയിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? എന്താണ് ഈ ഹദീസിന്റെ ലക്ഷ്യം? റസൂലുള്ളാഹിന്റെ വഹിയിനെ സ്ഥിരപ്പെടുത്തലാണ്. എന്തിനാ വഹീനെ സ്ഥിരപ്പെടുത്തുന്നത്? മതത്തിന്റെ നിയമങ്ങളാകുന്ന ഇൽമ് അത് വഹീ മുഖേന മാത്രമാണ്. അതാണ് പരിശുദ്ധ ഖുർആനിൽ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വഹിയറിയിക്കപ്പെട്ട വഹിയല്ലാത്ത ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹിന്റെ സംസാരം അത് വഹിയാണ്, ദീൻ അത് വഹിയാണ്. ആ വഹീനെ സ്ഥിരപ്പെടുത്തലാണ് ബുഖാരി ഇമാമിന്റെ ഉദ്ദേശം. അപ്പൊ എന്താ? മതം അള്ളാഹുവിൻ്റെതാണ്, മതത്തിന്റെ നിയമവും അള്ളാഹുവിന്റെ നിയമമാണ്, മനുഷ്യന്റെ നിയമം മതത്തിൽ ഇല്ല. ദൈവത്തിന്റെ, മലയാളത്തിൽ പറയാം, ദൈവത്തിന്റെ മതത്തിന്റെ നിയമങ്ങൾ ദൈവിക നിയമങ്ങളാണ്. മനുഷ്യന്റെ ഒരു നിയമവും ദൈവത്തിന്റെ മതത്തിൽ ഇല്ല. അതെങ്ങനെ?
മതം അള്ളാൻ്റെത്, നിയമം മനുഷ്യൻ്റെത്. എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ചിന്തിച്ചു നോക്കിയ അതെങ്ങനെ ഉണ്ടാവും? ഉണ്ടാവില്ല. മതത്തിന്റെ നിയമം ദൈവത്തിന്റെ മതമാണെങ്കിൽ ആ മതത്തിന്റെ നിയമവും ദൈവത്തിൻ്റെതാ. അപ്പൊ നിങ്ങൾ നോക്ക്, ഈ ഒരു ആശയം നമ്മൾ ഊട്ടി ഉറപ്പിച്ച് ഷഹാദത്ത് കലിമ ചെല്ലുമ്പോലെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കാം. മതം അള്ളാൻ്റെതാണ്, മതത്തിന്റെ നിയമം ദൈവത്തിന്റെ നിയമമാണ്. എന്നാ പിന്നെ ഈ മതത്തിനെ തൊടാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ? യുക്തിവാദിക്ക് തൊടാൻ പറ്റൂല, നിരീശ്വരവാദിക്ക് തൊടാൻ പറ്റൂല, എക്സ് മുസ്ലിമിന് തൊടാൻ പറ്റൂല. എന്തുകൊണ്ട്? നിരീശ്വരവാദി പറഞ്ഞാൽ ഈശ്വരൻ ഇല്ല എന്ന് വാദിക്കുന്ന ആൾക്കല്ലേ നിരീശ്വരവാദി എന്ന് പറയാ. ദൈവം ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദിക്ക് ദൈവത്തിന്റെ മതത്തിന്റെ നിയമത്തിന് തൊടാൻ അധികാരമുണ്ടോ? ദൈവം ഇല്ല എന്ന് പറയുന്ന ആളല്ലേ. പിന്നെ എനിക്ക് മതത്തിന് തൊടാൻ എന്താ അധികാരമുള്ളത്? ഒരധികാരവും ഇല്ല നിരീശ്വരവാദിക്ക്. അടുത്താരാണ്? യുക്തിവാദി. യുക്തിവാദി പറഞ്ഞാൽ എന്താ? എനിക്ക് തോന്നിയതുപോലെ പറയാ. എനിക്ക് കങ്കനാടി ഏറ്റവും ഫിറ്റാണ്, എനിക്ക് തോന്നിയതുപോലെ പറയാ. യുക്തി, ഓന്റെ യുക്തി അനുസരിച്ച് വാദിക്കാം. മതത്തിന്റെ നിയമം യുക്തിയാണോ? അല്ല. ദൈവത്തിന്റെ മതം, മതത്തിന്റെ നിയമം ദൈവത്തിന്റെ നിയമം. ദൈവത്തിന്റെ നിയമത്തിന് കൈകടത്താൻ യുക്തിക്ക് അധികാരമില്ല. അപ്പൊ യുക്തിവാദികൾക്ക് നമ്മളെ മതത്തിന് തൊടാൻ പറ്റൂല, നിരീശ്വരവാദിക്കും തൊടാൻ അധികാരമില്ല. അടുത്തതാരാ? എക്സ് മുസ്ലിം. ഇയാള് ഭാര്യയുടെ തലാക്കിയല്ലേ. ഉദാഹരണം പറയാണ്, റബ്ബേ അല്ലാ മെരിക്കോളൊന്നിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. തലാക്ക് ചെല്ലിയ ഭാര്യനെ പിന്നെ പോയിട്ട് ഫിത്നയായിക്കൊണ്ടിരിക്കുക ആവശ്യമുണ്ടോ? തലാക്ക് ചെല്ലിയ പെണ്ണ് ഇയാൾ തലാക്ക് ചെല്ലിയാല് അതിനെ കൊണ്ടാക്ക പോറൊന്ന് കെട്ടിക്കൊണ്ട് വരാന്നല്ലാണ്ട് ഈ തലാക്ക് ചെല്ലിയ ഭാര്യനെ ആരും ഫിത്നാക്കലുണ്ടോ? എക്സ് മുസ്ലിം ഇസ്ലാമിന് രാജിവെച്ച് പോയില്ലേ, എന്നിട്ട് ഇസ്ലാമിലേക്ക് പിന്നെ കൈകടത്ത ത്വലാക്ക് ചെല്ലിയ ഭാര്യ ഫിത്നാക്കും പോലല്ലേ ഈ പ്രശ്നം വരുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എക്സ് മുസ്ലിമിനിക്കും ഇസ്ലാമിനെ തൊടാൻ അധികാരമില്ല. ദൈവത്തിന്റെ മതം, മതത്തിന്റെ നിയമം ദൈവത്തിന്റെ നിയമം. ഇത് പഠിപ്പിക്കാനാണ് സഹീഹുൽ ബുഖാരിയിൽ കൈഫ കാന ബദഉൽ വഹി എന്ന ഹദീസ് കൊണ്ടുവന്നത്. വഹി കൊണ്ട് മാത്രമാണ് മതത്തിന്റെ നിയമം, അല്ലാണ്ട് മനുഷ്യനിക്ക് മതത്തിൽ നിയമം പറയാൻ അധികാരമില്ല. എന്നിട്ട് നിങ്ങൾ നോക്ക്, ഈ വഹി ഇതിന്റെ തുടക്കത്തിൽ എന്താ പറയുന്നത്? ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദിഹി എന്നാ പറയും. ബുഖാരിന്റെ തുടക്കത്തിൽ പറയുന്ന ഒരു ആയത്ത എന്താ? നബിയെ തങ്ങൾക്ക് ഞങ്ങൾ വഹി അറിയിച്ചിട്ടുണ്ട്. കമാ ഔഹൈനാ ഇലാ നൂഹിൻ, നൂഹ് നബിക്ക് വഹി അറിയിച്ചതുപോലെ, വന്നബിയ്യീന മിൻ ബഅദിഹി, ശേഷമുള്ള നബിമാർക്ക് വഹി അറിയിച്ചതുപോലെ. അപ്പൊ മുൻകാല അമ്പിയാക്കൾ മതം പറഞ്ഞതും വഹി മുഖേനയാണ്, റസൂലുള്ള പറയുന്നതും നിയമം വഹി മുഖേനയാണ്. വഹി കൂടാണ്ട് ഒരൊറ്റ നബിയും ലോകത്ത് മതം സംസാരിച്ചിട്ടേ ഇല്ല, എല്ലാം. അപ്പൊ പിന്നെ ആദ്യ നബിനെ പുറത്താക്കിയല്ലോ. ഔഹൈനാ ഇലാ നൂഹിൻ കമാ ഔഹൈനാ ഇന്നാ ഔഹൈനാ ഇലൈക, തങ്ങൾക്ക് വഹി അറിയിച്ചു. കമാ ഔഹൈനാ ഇലാ നൂഹിൻ, നൂഹ് നബിക്ക് അറിയിച്ചതുപോലെ. വന്നബിയ്യീന മിൻ ബഅദി, അതിന് ശേഷമുള്ള നബിമാർക്ക് വഹി അറിയിച്ചതുപോലെ. അപ്പൊ ആര് പുറത്തായി? ആദ്യ നബി പുറത്തുപോയില്ലേ? ഈ ആയത്തിൽ അത് പറയുന്നില്ലല്ലോ. ആദ്യ നബിക്ക് വഹിയില്ലേ? ആദ്യ നബിക്ക് വഹിയില്ലേ? ആദമിന്റെയും നൂഹിന്റെയും ഇടയിൽ 1000 കൊല്ലത്തെ വൈദൂരമുണ്ടെന്ന് ഞാൻ ഇന്നലെ സാവിൽ ഓതി കൊടുത്തിരുന്നു മുതാലിമിങ്ങൾക്ക്. മറിയം സൂറത്തിന്റെ സാവിലുണ്ട് 1000 കൊല്ലത്തെ വൈദൂരുണ്ട്. അതിന് ഇമാമിങ്ങൾ പറഞ്ഞു, ആദം നബി അലൈഹി ഇസ്ലാമിനിക്ക് അള്ളാഹു തആല വഹി അറിയിച്ചത് ഈ ഭൗതിക ലോകത്തിന്റെ നിലനിൽപ്പ് എങ്ങനെ. കാരണം ആദ്യം വന്ന മനുഷ്യനാണല്ലോ. ആ മനുഷ്യന്മാർക്ക് ഇവിടെ നിലനിൽപ്പിന് എന്തൊക്കെ വേണം? ഇവിടെ കൃഷി ഉണ്ടാക്കണം, മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കണം, ബിൽഡിംഗ് ഉണ്ടാക്കണം, ഇതൊക്കെ ആവശ്യമാണല്ലോ. അപ്പൊ മനുഷ്യൻ മുമ്പില്ല. ആദമിന്റെ മക്കളിലൂടെയാണ് എന്ത് വരുന്നത്? മനുഷ്യൻ പിന്നെ വരുന്നത്. പിന്നെ ആദം നബിക്ക് ആർക്കാ പ്രബോധനം ചെയ്യാൻ? ആദം നബി എന്നല്ല ആദ്യത്തെ മനുഷ്യൻ. അപ്പൊ ഈ ഭൂമിന്റെ നിലനിൽപ്പ് എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആർക്ക് പറഞ്ഞു കൊടുത്തത്? ആദം നബിക്ക്. പിന്നെ ഇസ്ലാമിക ദഅവത്തുമായി ബന്ധപ്പെട്ട വഹി അറിയിക്കപ്പെട്ടത് നൂഹ് നബി അലൈഹി ഇസ്ലാമിനിക്ക് എന്ന് ഫത്ഹുൽ ബാരിയിൽ വിശദീകരണം കാണാം. ഇരിക്കട്ടെ, അങ്ങനെ നൂഹ് നബിക്ക് വഹി അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വഹി അറിയിച്ചു. എല്ലാ അമ്പിയാക്കൾക്കും വഹി മുഖേനയാണ് പരിശുദ്ധ ഇസ്ലാം. അപ്പൊ അള്ളാഹ് വഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മാലാക്കന്മാർ മുഖേന ആ പ്രവാചകന്മാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അപ്പൊ മലക്ക് മുഖേന അള്ളാഹിന്റെ നിയമത്തിനെ അമ്പിയാക്കളുടെ കയ്യിൽ എത്തിച്ച് അവരാണ് അതിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത്. അതിനിടയിൽ ഇടപെടാൻ ഒരാൾക്കും കഴിഞ്ഞില്ല, ഒരു ജിന്നും ഇടപെട്ടില്ല, ഒരു ശൈത്തിനും ഇടപെടാൻ കഴിഞ്ഞില്ല. കാരണം ആരാ കൊണ്ടുവരുന്നത്? ജിബ്രീല. ജിബ്രീൽ മാത്രമൊക്കെ കുറെ പറയാണ്ടത് പറഞ്ഞ സമയം ഉണ്ടോ? ഞാൻ പറയുന്നില്ല.
അപ്പോ വഹീ മുഖേനയാണ്. ഇനി നിങ്ങൾ നോക്ക്, ആ വഹീ മുഖേനയാണ് എന്ന് പറഞ്ഞിട്ട് ഇനി തുടങ്ങുന്ന ഒന്നാമത്തെ ഹദീസ് എന്താ? ഒന്നാമത്തെ ഹദീസ് വബിസ്സനദിൽ മുത്തസിലി അഖൂലു ഹദ്ദസന അൽ ഹുമൈദി റളിയല്ലാഹു അൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻ ഹദ്ദസന സുഫിയാൻ റളിയല്ലാഹു അൻ. 7265 ഹദീസുകൾ, ലോകത്ത് തുല്യതയില്ലാത്ത കിതാബ് സഹീഹുൽ ബുഖാരി. 15,000-ഓളം റക്അത്ത് നിസ്കരിച്ചിട്ടാണ് ഹദീസിനെ കൊണ്ടുവച്ചത്. അത്രയും ബഹുമാനമുള്ള തുല്യതയില്ലാത്ത കിതാബിനെ തുടങ്ങുന്നത് എങ്ങനെ? ഹദ്ദസനൽ ഹുമൈദിയു റളിയല്ലാഹു അൻഹു. ഒന്നാമത്തെ പേര് ദാറുൽ ഇർഷാദിന്റെ പരിപാടി നോട്ടീസ് ഇറങ്ങി നോക്കുമ്പോൾ ഒന്നാമത്തെ പേര് മാണി ഉസ്താദിന്റെ. യാ റബ്ബ്, ബാക്കിയെല്ലാം താഴെ അല്ലേ? അല്ല, ഒന്നാമത്തെ പേര് സുൽത്താനുൽ ഉലമന്റെ പേര്, ബാക്കിയൊക്കെ താഴെ. ബുഖാരി ഇമാം ബുഖാരിനെ തുടങ്ങുന്നത് തന്നെ ഹദ്ദസനൽ ഹുമൈദിയു എന്ന് പറയുന്ന, ഹുമൈദി എന്ന് പറയുന്ന വലിയൊരു മഹാന്റെ പേര് കൊണ്ടാണ് ആ കിതാബിനെ തുടക്കം കുറിക്കുന്നത്. എന്തിനാണ് ഇത്രയെല്ലാം മഹാന്മാരുണ്ടാകുമ്പോ ഹുമൈദി എന്ന പേര് പറയാൻ കാരണം എന്താ? ഒന്ന് കേട്ടോളൂ, ഒരു കാരണം ഹുമൈദ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ഖദ്ദിമു ഖുറൈശ, തങ്ങന്മാരെ കൊണ്ട് തുടങ്ങണം. എന്നെ പോലത്തെ ലോക്കലിനെ തുടങ്ങിയിട്ട് കാര്യമില്ല. ഒരു കാര്യം തുടങ്ങുമ്പോൾ തങ്ങന്മാരെ കൊണ്ട് തുടങ്ങണം. അതാണ് ഹുമൈദ് റളിയല്ലാഹു അൻഹു പറയാനുള്ള കാരണം. ഈ അടുത്ത് മലപ്പുറത്ത് വെച്ച് ഒരു സലഫി പ്രസംഗിച്ച്, സലഫി നിങ്ങൾ അറിയില്ലേ, മുക്കാ ഗണ്ട എന്ന് പറഞ്ഞു. എന്താ പ്രസംഗിച്ചേ? പള്ളി ഉദ്ഘാടനത്തിന് പാണക്കാട് തങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സിന് പാണക്കാട് തങ്ങൾ, മദ്രസ ഉദ്ഘാടനം ഖലീൽ ബുഖാരി തങ്ങൾ. ഇങ്ങനെ മദ്രസ ഉദ്ഘാടനത്തിനും പള്ളി ഉദ്ഘാടനത്തിനും ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനത്തിനും ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനത്തിനും തങ്ങന്മാരെ വിളിക്കണമെന്ന് ബുഖാരിയിലുണ്ടോ? ബുഖാരിനെ തുടങ്ങുന്നത് തങ്ങളെ കൊണ്ടാണ്. ഈ അന്തം കമ്മി അല്ലേ? ഒരു ചുക്കും തിരിയില്ല എന്നറിയ എനിക്ക് ഏറ്റവും കൂടുതൽ. ഇത്രയും വില ബുഖാരിനെ തുടങ്ങുന്ന ഹുമൈദിനെ കൊണ്ട് തുടങ്ങും. ഹുമൈദ് ആരാ? തങ്ങൾ ഫത്തുൽ ബാരിയിലുണ്ട്, തങ്ങളാണ്. തങ്ങളെ കൊണ്ടാ ബുഖാരിനെ തുടങ്ങുന്നത്. അപ്പൊ ഒന്ന് തങ്ങന്മാരെ കൊണ്ട് തുടങ്ങി. രണ്ടാമത് ഹദ്ദസനൽ ഹുമൈദിയു, ഹുമൈദ് റളിയല്ലാഹു അൻഹു കൊണ്ട് തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? അത് ഞാൻ മതം പഠിച്ചത് ഒരു ഗുരുമുഖത്തിൽ നിന്നാണ്. ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച ഞാൻ ഒരു മദ്ഹബ് അംഗീകരിക്കുന്ന ആളാണെന്നും സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാ. എന്റെ ഉസ്താദ് ഹുമൈദ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ എനിക്ക് ആ ഗുരുമുഖത്ത് നിന്നാണ് ഇൽമു കിട്ടിയത്. രണ്ട്, ഞാൻ ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാഠമാക്കിയ ആളാണെങ്കിലും ഹദീസ് കൊണ്ട് അമൽ ചെയ്യുന്ന ആളല്ല. ഞാൻ നാലാലുൽ മദ്ഹബിൽപ്പെട്ട ഒരു മദ്ഹബ് അംഗീകരിക്കുന്ന ആളാണ്. എന്റെ മദ്ഹബ് ഷാഫിയാണ്. കാരണം ഹുമൈദ് റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ്, ഷാഫി മദ്ഹബുകാരനാണ്, ഷാഫി മദ്ഹബുകാരനാണ്. അപ്പൊ ബുഖാരി ഇമാമിന്റെ ഉസ്താദ് ഹുമൈദ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് ഇമാം നാഫി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അവിടുത്തെ ഉസ്താദ് മലക്ക് ജിബ്രീൽ. ഗുരുമുഖത്തിൽ നിന്നാണ് ഇൽമ് ബുഖാരി പഠിപ്പിക്കുക. ഗുരുമുഖത്തിൽ നിന്നാണ് ഇൽമ്. വഹീ മുഖേന ഗുരുമുഖത്തിൽ നിന്നാണ് ഇൽമു പഠിക്കേണ്ടത്, അല്ലാതെ ഇൽമു കിട്ടൂല. ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം. ഗുരു മനസ്സിലായ? നമ്മുടെ ജിഎമ്മിന്റെ മണി മനസ്സിലായ? ഗുരു എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായോ? ഉസ്താദുമാർക്ക് പറയുന്ന ഒരു വാക്കാണ് ഗുരു. എൻ്റെ ഗുരുവാണ്, എൻ്റെ ഷെയ്ഖാണ് ഒക്കെ പറയുന്നില്ലേ? ഞങ്ങൾ ഒരു ഗുരുവിന്റെ ശിഷ്യന്മാരാണ്, ഒരു ഗുരുക്കുലെ ശിഷ്യന്മാർ. അപ്പോ ഗുരുമുഖത്തിൽ നിന്നാണ് ഇൽമു എന്ന് ബുഖാരി ഇമാം സ്ഥിരപ്പെടുത്തുന്നു. ഇനി ഹദീസ് ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ ഈ ഒറ്റ പേരിന്റെ ബഹുമാനം പറയാനാണ് ഇത്രയും പറഞ്ഞത്. ഹുമൈദ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അതിനു പുറമെ എന്റെ ഉസ്താദാണ്, എന്റെ ഗുരു ഹുമൈദിയാണ്, അതോടൊപ്പം എന്റെ മദ്ഹബ് ഷാഫിഇയാണ്. ഇതൊക്കെ പഠിപ്പിക്കാനാണ് ബുഖാരി ഇമാമിന്റെ ഒന്നാമത്തെ ഹദീസ് ഹദ്ദസനൽ ഹുമൈദിയു. ഇനിയോ കൈഫ കാന ബദുഉൽ വഹി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഹദീസ് എന്താ? ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന ഹദീസ്. അത് വഹിയോ? ബാബു കൈഫ കാന ബദുഉൽ വഹി, വഹിന്റെ തുടക്കം എങ്ങനെ എന്ന അധ്യായം ഇട്ടിട്ട് തുടങ്ങുന്ന ഒന്നാമത്തെ ഹദീസ് എന്താണ്? ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. വഹിന്റെ വിഷയമൊക്കെ പിന്നെ പറയാ. ആദ്യം ഇഖ്ലാസ് ശരിയാക്ക്. കേൾക്കുന്ന ആളൊക്കെ ശരിക്കും ആ നീയത്തൊക്കെ ശരിയാക്കിയിട്ട് പഠിക്കുന്ന ആളൊക്കെ നീയത്തൊക്കെ ശരിയാക്കി ഇഖ്ലാസോട് കൂടെ പഠിക്കാൻ ഇറങ്ങ് എന്ന് പഠിപ്പിക്കുന്ന ഹദീസാ. ഇനി നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്ക് ഇൽമ എങ്ങനെ കിട്ടി? ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അങ്ങോട്ട് പോയാ പിന്നെ കാണാം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങിയ സംഭവമാണ് ഈ ഹദീസിലൂടെ പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വഹി ഇറങ്ങിയ വിഷയം. എന്താണ് വഹി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വഹി ഇറങ്ങി? യാ റസൂലല്ലാഹ് കൈഫ യഅതീകൽ വഹ്യു, തങ്ങൾക്ക് എങ്ങനെ വഹി വന്നു? തങ്ങൾക്ക് എങ്ങനെ വഹി വന്നു? പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്യാന യഅതീനി മിസ്ല സൽസലത്തുൽ ജറസ്, ചിലപ്പോൾ മണി മുട്ടുന്ന ശബ്ദമാണ് എനിക്ക് കേൾക്കുന്നത്. മണി മുട്ടുക, ഗൻട ഗൻട ഗന്തയ, ആ ഗൻട മുട്ടുന്ന ആ ശബ്ദത്തിലാണ്, ആ മണിമുട്ടുന്ന ശബ്ദത്തിലാണ് എനിക്ക് വഹി ഇറങ്ങാറ്. അങ്ങനെ അത് വിശദീകരിച്ചുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, നല്ല തണുപ്പ്, ഗിടുഗിടുകിട്ട് വറക്കുന്ന തണുപ്പ് സമയത്ത് റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങിയാൽ നെറ്റിത്തടത്തിൽ ഇങ്ങനെ വേർപ്പുണ്ട്, ആ വേർപ്പൊക്കെ ഞാൻ തോർത്തി കൊടുത്ത രംഗങ്ങളൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞ് പിന്നെ ഇമാം ബുഖാരി തന്നെ എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങിയ ആദ്യത്തെ സംഭവം ഇങ്ങനെ പറയാം. ബുഖാരി ഇമാം വിശദീകരിക്കുന്നു, ആ വഹി ഇറങ്ങി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വഹിയുമായി ഇങ്ങനെ പിന്നീട് വന്നു. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ ഓതിക്കൊടുക്കാൻ. ആ ഓതിക്കൊടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കാൻ വേണ്ടി ധൃതി കാട്ടുകയാണ്. ഒരു ഇൽമിനോടുള്ള ആ ആഗ്രഹം കൊണ്ട് പെട്ടെന്ന് ഉള്ളേക്കാക്കണമെന്നുള്ള പരിപാടി. അപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, നബിയെ തങ്ങൾ നാവനക്കരുത്, ധൃതി കാട്ടരുത്, നാവനക്കരുത്. ജിബ്രീൽ അത് ഓതിത്തരുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം നബിയേ എന്ന്. ജിബ്രീൽ ഓതിത്തരുമ്പോൾ തങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം, നാവനക്കരുത്. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, നിങ്ങൾ ഒരിക്കലും ധൃതി കാട്ടിക്കൊണ്ട് നാവനക്കരുത്. ഉസ്താദ് പറയുന്നത് ജിബ്രീൽ പറഞ്ഞു തരുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണം. പറയുമ്പോ ഇങ്ങനെ ആക്കാൻ നിൽക്കണ്ട, അത് ധൃതി കാട്ടണ്ട, അത് ഇങ്ങോട്ട് പറയാൻ നോക്കണ്ട. ഉസ്താദ് പറയുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണം. നാവനക്കരുത് നബിയെ, ധൃതി കാട്ടരുത് നബിയെ. അപ്പൊ ഉസ്താദ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഗുരുമുഖത്തിൽ നിന്നാണ് ഇൽമ്, ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാനത് ഇങ്ങനെ അനക്കി തരാമൊക്കെ പറഞ്ഞ് വിശദീകരിക്കാൻ, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, ഉളരിക്കൊണ്ട് ധൃതി കാട്ടിക്കൊണ്ട് നാവ് അനക്കണ്ട നബിയെ. ശരിക്കും ജിബ്രീൽ പറഞ്ഞു തരുന്നത് അത് ശരിക്കും ശ്രദ്ധിക്കണം. ഇന്ന അലൈനാ ജംഅഹു വഖുർആന, തങ്ങളെ മനസ്സിൽ അതിനെ ശേഖരിച്ചു വെക്കുന്നതും തങ്ങളെ കൊണ്ട് ഓദിപ്പിക്കുന്നതും അതൊക്കെ നമ്മളെ പണിയാണ്. ശരിക്കും ജിബ്രീലിനെ കേട്ടാൽ മതി. അത് മനസ്സിൽ ബൈഹത്താക്കി തരുന്നതും തങ്ങളെ കൊണ്ട് ഓദിപ്പിക്കുന്നതും അതൊക്കെ നമ്മളെ പണിയാണ്. തങ്ങൾ ശരിക്കും ഉസ്താദ് പറയുന്നത് കേൾക്കണം. അതെല്ലാം പറഞ്ഞിട്ട് പിന്നെന്താ പറയുന്നത്? തങ്ങൾ ശരിക്കും ആ ഓതിത്തരുന്നത് കേൾക്കണം. അപ്പൊ ജിബ്രീൽ എന്ന മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതിക്കൊടുക്കുകയാ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അല്ലാമ സാവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ റസൂലുള്ളാഹിക്ക് ഓതിക്കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയും ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, നാവനക്കണ്ട നബിയെ, ധൃതി കാട്ടരുത് നബിയെ. തങ്ങൾ ആ ഓതിത്തരുമ്പോൾ ശരിക്കും അതങ്ങ് കേൾക്കണം. തുമഇന്ന അലൈനാ ജംഅഹു വഖുർആന, അത് മനസ്സിൽ ബൈഹർത്താക്കേണ്ടതും അതിനെ ഓദിക്കേണ്ടതൊക്കെ നമ്മളെ പണിയാൻ. തങ്ങളും ശരിക്കും ഉസ്താദിനെ കേൾക്കണം. അവിടെ സാവിമാൻ പറഞ്ഞു വൽ ഹിക്മതു ഫീ തലഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ജിബ്രീൽ ലാഹിറ, ജിബ്രീലിന്റെ വക്കന്ന് റസൂൽ ഏറ്റെടുക്കാനുള്ള കാരണം, ഇൽമിനെ ജിബ്രീൽ മുഖേനാണ് റസൂൽ ഏറ്റെടുക്കുന്നത്. അന്നഹു യകൂനു സുന്നത്തൻ മുത്തബഅത്തൻ ലിഉമ്മത്തിഹി, അത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് ഒരു ചര്യ, ഒരു നിയമം പഠിപ്പിക്കാനാണ് ജിബ്രീൽ ഓതി കൊടുക്കുന്നത്. എന്നാ നിയമം എന്താ? ഫഹും മഅ്മൂറൂന ബിത്തൽഖീ മിൻ അഫ്വായിൽ മശായിഖി, ഇൽമു പഠിക്കുന്നവരെല്ലാം ശൈഖന്മാരെ വായിൽ നിന്ന് കേട്ട് പഠിക്കണം. മഅ്മൂറൂന ബിത്തൽഖീ മിൻ അഫ്വായിൽ മശായിഖി, ഗുരുക്കളുടെ മുഖത്തിൽ നിന്ന് കേട്ട് പഠിക്കണം, ഗുരുമുഖത്തിൽ നിന്ന് കേട്ട് പഠിക്കണം. അവർ റസൂലുള്ളാഹിന്റെ ഗുരുവാണ് ആരാ? മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ഗുരു ഓതി തരുമ്പോൾ അത് ശരിക്കും ഗുരുമുഖത്തിൽ നിന്ന് കേൾക്കണം. ഇത് സമുദായത്തിന് പഠിപ്പിക്കാനാണ് ജിബ്രീൽ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ കൊടുക്കുന്നത്. ഒരു ഗുരു മുഖേനയാണ് ഇൽമു കൊടുക്കുന്നത്. ഫഹും മഅ്മൂറൂന ബിതൽഖീ മിൻ അഫ്വായിൽ മശായിഖി, മശായിഖന്മാരെ വായിൽ നിന്ന് കേട്ട് പഠിക്കണം. എന്നിട്ട് പറയാ, സാവിമാൻ പറയാൻ, വലാ യുഫ്ലിഹു മൻ അഖദൽ ഇൽമ അബിൽ ഖുർആന മിനൽ ഖിർതാസ്, കടലാസ് നോക്കി പഠിക്കുന്നവർ വിജയിച്ചവരല്ല. എന്താ കടലാസ് നോക്കി എഴുതി നോക്കി വായിച്ചതല്ല. പിന്നെ ഉസ്താദുമാരൊന്നുമില്ല. പിന്നെ നോക്കിയേ സന്മാർഗ, അതിപ്പോ ഇല്ലേ, പണ്ട് പുത്തൂർ മംഗലാപുരത്ത് നടക്കിയുണ്ട് സന്മാർഗ, മുജാഹിദിന്റെ മുഖ്യമന്ത്രിന്റെ ഇവരുണ്ട്. അത്
സന്മാർഗം എത്ര ഗണനം പഠിച്ചോനെ എനിക്ക് നടത്തിയ പണ്ട് ആ സന്മാർഗത്തിൽ എത്ര മാറി, അത് പേര് മാറ്റിനാ. അപ്പൊ സന്മാർഗ നിങ്ങൾ വാങ്ങാൻ വേണ്ടി പറഞ്ഞല്ലോ, പണ്ടത്തെ ഓർമ്മ വായിൽ വന്നു പോയതാ. മുജാഹിദിന്റെ ഒരു പണ്ടത്തെ കർണാടകയിലെ ഒരു പുസ്തകമായിരുന്നു സന്മാർഗ, ഒരു പത്രം. അതിനെതിരാണ് നമ്മളെല്ലാം സാർ ഇറങ്ങിയത് അപ്പോ പഴയകാലത്ത്. അപ്പൊ സന്മാർഗ അത് നോക്കിയിട്ട് ഇങ്ങനെ വായിക്കാം. കടലാസി നോക്കി വായിക്കുന്നവൻ ഒരിക്കലും വിജയിച്ചവനല്ല. ഇൽമ് ഗുരുമുഖത്തിൽ നിന്ന് പഠിക്കണം, ഗുരുമുഖത്തിൽ നിന്ന് പഠിക്കണം. ഇത് പഠിപ്പിക്കാനാണ് ജിബ്രീൽ മുഖേന റസൂലുള്ളാഹിക്ക് ഇൽമു കൊടുത്തത്, ഗുരുമുഖത്ത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഈ ആയത്തിന് ഇപ്പോൾ ഓതി ആയത്തിന്റെ തഫ്സീറിൽ സാബിമായി ഇത് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് വലഹു സിർറുൻ ഉഖ്റാ, ഗുരുമുഖത്ത് നിന്ന് പഠിക്കുമ്പോ വേറെയും ചില രഹസ്യങ്ങളുണ്ട്, അതൊന്നും പറയാൻ പറ്റൂല. അതേത് രഹസ്യം? ശിഷ്യ ഗുരുബന്ധത്തിന്റെ രഹസ്യം. നിങ്ങൾക്ക് നിങ്ങൾ ഉസ്താദിനെ പറ്റി പലതും പറയാനില്ലേ? എൻ്റെ അത്ര പറയാൻ എനിക്കുണ്ടോ? കയ്യിലേക്കൊണ്ട് പറയാം. എൻ്റെ ഉസ്താദിനെ പറ്റി എനിക്ക് അത്രയും പറയാനുണ്ട്. ഇമാമിങ്ങൾ സിർറ് പരസ്യപ്പെടുത്തരുത് എന്നുണ്ട്. രഹസ്യം ഉണ്ടായാൽ അത് പരസ്യപ്പെടുത്തരുത്. അത് പരസ്യപ്പെടുത്താൻ രഹസ്യം പിന്നെ ഉണ്ടാവൂല. റസൂലുള്ളാഹിനെ എനിക്ക് കണ്ടു, സ്വപ്നം കണ്ടു, ഇങ്ങനെ പറഞ്ഞെടുക്കുന്നില്ലേ? അത് പറഞ്ഞിരുന്നാൽ പിന്നെ കിട്ടൂല എന്നാ പറയുന്നത്. എത്ര കിതാബിന്റെ രേഖ വേണം കാണാണ്ട് വായിച്ചു തരാൻ വേണമെങ്കിൽ. സിർറ് രഹസ്യം പരസ്യപ്പെടുത്തരുത്, അത് ഉണ്ടാവൂല. സാബിമാൻ പറയാണ് ശിഷ്യ ഗുരു ബന്ധത്തിലൂടെ വേറെയും പല രഹസ്യങ്ങളുണ്ട്. ആ ഒരു രഹസ്യം ഉണ്ടാകണമെങ്കിൽ ശിഷ്യ ഗുരു ബന്ധം ഉണ്ടാകണം. ഇനി നിങ്ങൾ നോക്ക്, തീർന്നില്ല. ആ ശിഷ്യ ഗുരു ബന്ധം അങ്ങനെ ജിബ്രീലിനോട് ആ ഒരു ബന്ധം സ്ഥിരപ്പെടുത്താനാണ്. ആ ബന്ധത്തിലൂടെ മാത്രമേ ഇൽമു പഠിക്കാൻ പറ്റൂ എന്ന നിലക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു കൊടുക്കുകയാണ്. ജിബ്രീൽ മുഖേന മതം പഠിപ്പിക്കുകയാണ്. ശിഷ്യ ഗുരു ബന്ധം സ്ഥിരപ്പെടുത്താനായിരുന്നു ആ ഇൽമു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആകെ. ശിഷ്യ ഗുരു ബന്ധം ഗുരുമുഖത്തിൽ നിന്നാണ് ഇൽമു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആകെ തുക. ഇനി നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ ശരിക്കും അത് ഓതിക്കൊടുത്തു. ഇത് ഞാൻ നേരത്തെ ഓതിയ ആയത്തിന്റെ അപ്പുറം കാണാം. തുമ്മ ഇന്ന അലൈന ബയാന, തുമ്മ ഇന്ന അലൈന ബയാന. ജിബ്രീൽ മുഖേന റസൂലുള്ളാഹിക്ക് ഓതിക്കൊടുക്കാണ്. ഓതിക്കൊടുത്തന്നെ തങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കണം, തങ്ങളെ കൊണ്ട് ഓതിപ്പിക്കുന്നത് നമ്മളാ. തുമ്മ ഇന്ന അലൈന ബയാന. എന്നാൽ പിന്നെ അതിന്റെ ബയാൻ പറയേണ്ടതും ആരെന്നെയാണ്? നമ്മൾ തന്നെയാണ്. ഇപ്പൊ ഖുർആൻ ആയത്ത് മാത്രല്ല, അതിന്റെ വിശദീകരണം അടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ ഓതിക്കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്ക് മറ്റൊരായത്ത്. എന്താ? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ലഖദ് മന്നല്ലാഹു, ഞാൻ ഇത് പറയുന്നത് ഗുരുമുഖത്തിൽ നിന്ന് അഥവാ ഉസ്താദുമാർ മുഖേന മാത്രമേ ഇൽമുള്ളൂ, അതല്ലാണ്ട് ഇൽമില്ല. അത് അങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് ഇൽമു കിട്ടുള്ളൂ. അല്ലാതെ ഇൽമു കിട്ടിയാൽ അത് വിജയിക്കുന്ന ഇൽമല്ല, അത് പരാജയത്തിന്റെ ഇൽമാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പെരുത്തും ഗുണം ചെയ്തിട്ടുണ്ട്. ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. ശ്രദ്ധിക്കണം, ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽപ്പെട്ട ഒരാളെ നബിയായി പറഞ്ഞയച്ചു. ഞാനത് വിശദീകരിക്കുന്നില്ല. എന്താണ് ആ നബി ചെയ്യുന്നത്? യത്ലു അലൈഹിം ആയാതിഹി. അല്ലാഹു തആല ജിബ്രീൽ മുഖേന മുത്തുനബിക്ക് ഇറക്കി കൊടുത്ത ആയത്തുണ്ടല്ലോ, ആ ആയത്തുകളെ യത്ലു അലൈഹിം ആയാതിഹി റസൂലുള്ളാഹി സഹാബത്തിന് ഓതി കൊടുക്കുന്നു. ഖുർആൻ റസൂലുള്ളാഹിക്ക് ജിബ്രീൽ ഓതി കൊടുക്കാൻ, റസൂലുള്ളാഹി സഹാബത്തിന് ഓതി കൊടുക്കുകയാണ് ഖുർആനിനെ. എന്നിട്ടോ വയുസക്കീഹിം, ഖുർആൻ ഓതിക്കൊടുത്ത് അവരെ സംസ്കരിച്ചെടുത്ത് നന്നാക്കുകയാണ്. ശരിക്കും ഖുർആൻ ഓതിക്കൊടുത്തു. ആ ഓതിക്കൊടുത്ത ഖുർആനാണ് ഇന്നും നമ്മുടെ നാട്ടിൽ ഓതുന്നതല്ലേ. റസൂലുള്ളാഹി തങ്ങൾക്ക് ജിബ്രീൽ ഓതിക്കൊടുത്തു, റസൂലുള്ളാഹി സ്വഹാബത്തിന് കൊടുത്തു. അങ്ങനെ പരമ്പരാഗതമായി ഓത്ത് കാരികളാകുന്ന പണ്ഡിതന്മാരിലൂടെ നമുക്ക് ആ ഓത്ത് കിട്ടി. ആ ഓത്താണ് നമ്മുടെ ഉസ്താദുമാർ നമുക്ക് ഓതി തരുന്നത്. അപ്പൊ റസൂലുള്ളാഹിന്റെ പക്കന്ന് ജിബ്രീൽ മുഖേന ഓതിക്കൊടുത്ത ആ ഓത്തന്നെ സഹാബത്തിന് ഓതിക്കൊടുത്തു. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, അറബി അറിയുന്ന ഒരാൾക്ക് ഖുർആൻ ഓതാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ ഓതാൻ കഴിയും. നിങ്ങൾ നോക്ക്, നമ്മുടെ താഴേന്ന് കുലുറബിൽ തുടങ്ങിയാൽ മേലോട്ട് 10ാമത്തെ സൂറത്തല്ലേ അലം തറ കൈഫ തറാവിക്ക് ഓതുന്നേ. അതോടെ എണ്ണ ശരിക്കറിഞ്ഞത്. തറാവിൽ ഓതുന്ന 10ാമത്തെ ആയത്ത് താഴേന്ന് മേൽപോട്ട് അല്ലെ. 10ാമത്തെ സൂറത്ത് ഏതാ? അലം തറ കൈഫ. 1ാമത്തെ സൂറത്ത് ഫാത്തിഹ. 2ാമത്തെ ഏതാ? അൽ ബഖറ. അൽ ബഖറന്റെ തുടക്കത്തിൽ ഒരു അലിഫ് ലാം മീം ഇല്ലേ? ഇല്ലേ? അലിഫ് ലാം മീം അൽ ബഖറന്റെ തുടക്കത്തിലില്ലേ? അലം തറ കൈഫിന്റെ തുടക്കത്തിൽ ആ അലം അലിഫ് ലാം മീം ആടെ ഇല്ലോക്കിയ ഇല്ലേ? ശോധന എങ്ങനെ? ഒന്ന് അലിഫ് ലാം മീം, പിന്നെ ഒന്ന് അലം എന്നാണ്.
എന്തേ അത് ഇത് ഒരേപോലെ അല്ലാണ്ട് അതും അലിഫുലാമും ഇത് അലിഫുലാമും ഒരുപോലെ ഓതിക്കൂടെ? റസൂലുള്ള ഓതി കൊടുത്തത് അങ്ങനെയല്ല. റസൂലുള്ള ഓതി കൊടുത്തത് അത് അലിഫ്ലാമി എന്നാണ്, ഇത് അലം തറ ഗൈഫ എന്നാണ്. രണ്ട് സംഗതി അലിഫുലാമു മീമാൻ. എന്തേ? ജിബ്രീൽ അങ്ങനെ ഓതിക്കൊടുത്തു, റസൂലുള്ള സഹാബത്തിന് അങ്ങനെ ഓതിക്കൊടുത്തു. ഇനി തീർന്നില്ല, പിന്നെന്താ ചെയ്യുന്നത്? വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുത്തു. എന്നിട്ടോ വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അടുത്തത് വയുഅല്ലിമുഹും, റസൂലുള്ളാഹി തങ്ങൾ ആ സ്വഹാബത്തിന് ശരിക്കും പഠിപ്പിച്ചു കൊടുത്തു. അൽ കിതാബ, പരിശുദ്ധ ഖുർആനിനെ പഠിപ്പിച്ചു കൊടുത്തു. നേരത്തെ ഓതിക്കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? ഓതിക്കൊടുക്കലും പഠിപ്പിച്ചു കൊടുക്കും ഒന്നാണെങ്കിൽ ആവർത്തനമില്ലേ? ഖുർആൻ ആവർത്തനം പാടില്ലല്ലോ. അവന്റെ അർത്ഥം എന്താ? ആദ്യം ഓതിക്കൊടുത്തു, പിന്നെ ശരിക്കും വയുഅല്ലിമുഹുമുൽ കിതാബ, ഖുർആനെ ശരിക്കും അതിന്റെ വിശദീകരണം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. വൽ ഹിക്മ, അല്ലാമ ഇബ്നു കസീർ അയൽ ഹദീസ, ഇബ്നു കസീർ തഫ്സീറിൽ പറഞ്ഞു വൽ ഹിക്മ അയൽ ഹദീസ, ഖുർആന്റെ വിശദീകരണമാകുന്ന ഹദീസും സഹാബത്തിന് റസൂലുള്ള ഓതിക്കൊടുത്തു. അവ ജിബ്രീൽ റസൂലുള്ളാഹിക്ക് ഓതിക്കൊടുത്തു, റസൂലുള്ള സഹാബത്തിന് ഓതിക്കൊടുത്തു, അത് ശരിക്കും പഠിപ്പിച്ചു കൊടുത്തു. റസൂലുള്ളാഹിന്റെ മക്കളിൽ നിന്ന് സ്വഹാബത്ത് ഇൽമു പഠിച്ചു. അങ്ങനെ സ്വഹാബത്ത് അവരുടെ ശിഷ്യന്മാരായി. ശിഷ്യന്മാരാകുന്ന സ്വഹാബത്തിന്റെ ഗുരുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ സ്വഹാബത്തോ ലോകത്ത് മതത്തിനെ പ്രബോധനം ചെയ്തു, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ലക്ഷക്കണക്കിന് ശിഷ്യന്മാരാകുന്ന സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ കാലത്ത് പല നാട്ടിലേക്കും പറഞ്ഞയച്ചു. ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു ഗവർണറായി പറഞ്ഞയച്ചു. ബഹുമാനപ്പെട്ട മാസിൻ ഇബ്നു അദൂബത്ത് തങ്ങളെ മസ്കത്തിലേക്ക് പറഞ്ഞയച്ചു. ഓരോ ബഹ്റൈനിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു. യുഎഇയിലെ അല്ലയിലേക്ക് ബഹുമാനപ്പെട്ട അല്ലയിലുള്ള ആളെ പേരെന്താ, നമ്മളെ പാട്ട് കഅബ് ഇബ്നു സുഹൈർ തങ്ങളെ പറഞ്ഞയച്ചു. അങ്ങനെ പല നാട്ടിലേക്കും പല സ്വഹാബത്തിനും പറഞ്ഞയച്ചു. ലക്ഷക്കണക്കിന് സ്വഹാബത്ത് ഹജ്ജത്തുൽ വദാഇന്റെ ദിവസമുണ്ട്. ഇന്ന് മക്കയിലും മദീനയിലും സൗദി അറേബ്യ മൊത്തം ചരിത്രം പരിശോധിച്ചാൽ 10,000-ന് താഴെ സ്വഹാബത്തെ സൗദി അറേബ്യയിൽ കിടക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ ലോകത്തിന്റെ നാനാഭാഗത്തും പോയിട്ട് കിടക്കുകയാണ്. എന്തിനാ പോയത്? റസൂലുള്ള പഠിപ്പിച്ച ഇൽമു പഠിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ സ്വഹാബത്ത് അവർ ഇൽമു പഠിച്ചു. നിങ്ങൾ നോക്ക്, ഇങ്ങനെ ഗുരുമുഖത്തിൽ നിന്ന് ഇൽമു പഠിച്ചപ്പോ, ശ്രദ്ധിക്കണം, ഗുരുമുഖത്തിൽ നിന്ന് ഇൽമു പഠിച്ചപ്പോ ലോകത്ത് ദീനിനെ പറ്റി ആർക്കും സംശയമില്ല, അഭിപ്രായമില്ല, സംശയമില്ല. അത് ശിർക്കാണെന്നില്ല, അത് കുഫ്രാണെന്നില്ല, ഒന്നുമില്ല. ഗുരുമുഖത്തിൽ നിന്ന് മാറിയപ്പോൾ പലതും ഇവിടെ കടന്നുകൂടി. ഗുരുമുഖത്തിൽ നിന്ന് ഇൽമിന്റെ റൂട്ട് മാറിയപ്പോൾ ഇവിടെ പലതും കടന്നുകൂടി. അതെന്താണ്? നിങ്ങൾ നോക്ക്, അത് ഞാൻ പറയാ. അതെന്താ? ഗുരുമുഖത്തിൽ നിന്ന് ഇൽമു മാറി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഹിജ്റ 1111 1111 ഹിജ്റ 1111 സൗദി അറേബ്യയിലെ റിയാദിലെ ഉയൈന എന്ന സ്ഥലത്ത് അബ്ദുൽ വഹാബിന്റെ മകനായി ജനിച്ച ഒരു മുഹമ്മദ് ഉണ്ട്. ഇങ്ങനെ സൗദി അറേബ്യയിലെ ഇപ്പോഴത്തെ റിയാദിലെ പഴയ നജ്ദിലെ ഉയൈന എന്ന സ്ഥലത്ത് ജനിച്ച വഹാബിന്റെ മകനായ മുഹമ്മദ് എന്ന് പറയുന്നൊരു ചങ്ങായി ഉണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയും. ആ ചങ്ങായിയാണ് ലോകത്തേക്ക് ബിദ്അത്ത് കൊണ്ടുവന്നത്. ആ ബിദ്അത്ത് കൊണ്ടുവന്ന ചരിത്രം പറയുന്ന സ്ഥലത്ത് കാണാം വാഹിറഖ. ഞാൻ ഈ പറയുന്ന ഈ പാർട്ടി ശരിക്കും കേൾക്കണം. അദ്ദേഹത്തിനെ പറ്റി മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ച്, ഈ ഇബ്നു അബ്ദുൽ വഹാബിനെ പറ്റി എഴുതി വെച്ചു. എന്താ? വാഹിറഖ കുതുബൽ ഫിഖ്ഹി വത്തഫ്സീരി വൽ ഹദീസി. വാഹിറഖ, അഹ്റഖ കരിച്ചു കളഞ്ഞു. കുതുബൽ ഫിഖ്ഹി, ഫിഖ്ഹിന്റെ കിതാബിനെ കരിച്ചു കളഞ്ഞു. വൽ ഹദീസി, ഹദീസിന്റെ കിതാബ് കരിച്ചു കളഞ്ഞു. വത്തഫ്സീരി, തഫ്സീറിന്റെ കിതാബ് കരിച്ചു കളഞ്ഞു. വഅഹ്റഖ ദലായിലുൽ ഖൈറാത്തി വഗൈറഹ, ദലായിലുൽ ഖൈറാത്ത് എന്ന സലാത്തിന്റെ കിതാബും കരിച്ചു കളഞ്ഞു. വഗൈറഹ, മറ്റു കിതാബും കരിച്ചു കളഞ്ഞു. എന്നിട്ട് എരികട്ടോ ഗുരുമുഖം പോയി. വഅദീന ഇബ്നു അബ്ദുൽ വഹാബ് അനുവാദം കൊടുത്തു. ലികുല്ലി മനിത്തബഅഹു, അവനെ പിന്തുടരുന്ന അനുയായികൾക്കെല്ലാം അനുവാദം കൊടുത്തു. അയ്യുഫസ്സിറൽ ഖുർആന, ഖുർആനിക്ക് വ്യാഖ്യാനം പറഞ്ഞോളൂ. ബിഹസ്ബി ഫഹ്മിഹി, എങ്ങനെ മനസ്സിലാകുന്നുവോ അങ്ങനെ വ്യാഖ്യാനം പറഞ്ഞോളൂ. ഒരു തഫ്സീർ നോക്കണ്ട, ഒരു ഹദീസ് നോക്കണ്ട, ഒരു കിതാബ് നോക്കണ്ട, നിങ്ങൾക്ക് തോന്നുന്നത് പോലെ അർത്ഥം വെച്ചോളൂ എന്ന്. ഗുരുമുഖത്തിൽ നിന്ന് റൂട്ട് മാറി. മനസ്സിലാകുന്നു ഞാൻ പറഞ്ഞു? മനസ്സിലാകുന്നുണ്ടോ? ഗുരുമുഖത്തിൽ നിന്ന് റൂട്ട് മാറി, അല്ലെ? ആ റസൂലുള്ളാഹി സഹാബത്തിലൂടെ
പരമ്പരാഗതമായി വന്ന ഗുരുമുഖത്തിൽ നിന്ന് റൂട്ട് മാറിയിട്ട് സ്വന്തമായി വ്യാഖ്യാനം നടത്തിയപ്പോ ഇസ്തിഗാസ ശിർക്ക്, തവസ്സുല് ശിർക്ക്, മൗലൂദ് ശിർക്ക്, ബർദർ ശിർക്ക്. ഇത് എവിടുന്ന് വന്നതാ? ഗുരുമുഖത്തിൽ നിന്ന് പോയപ്പോൾ പലതും ഇവിടെ കടന്നുകൂടി. എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ഇൽമാകണമെങ്കിൽ ഗുരുമുഖത്തിൽ നിന്ന് പഠിക്കണം, ഉസ്താദുമാരെ അരികെ നിന്നിട്ട് പഠിക്കണം. ഇത് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. രേഖാമൂലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വെറുതെ ഞാൻ തൊള്ള കൊണ്ട് പറഞ്ഞിട്ടില്ല, രേഖാമൂലം കൊണ്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഉസ്താദുമാരെ അരികെ ഇരുന്ന് ഇൽമ പഠിച്ചാൽ മാത്രമേ ഇൽമാവുകയുള്ളൂ, അല്ലാത്തൊന്നും ഇൽമല്ല. അല്ലാതെ റൂട്ടിൽ പോയപ്പോഴാണ് ദീനിൽ പലതും കടന്നുകൂടിയതെന്നും ഞാൻ പറഞ്ഞു. ഇബ്നു അബ്ദുൽ വഹാബിന്റെ കാരണം അദ്ദേഹം പലതും കരിച്ചിട്ട് അനുയായികൾ സ്വന്തമായി വ്യാഖ്യാനം പറയാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ടല്ലേ നോക്ക്, സ്വന്തമായി വ്യാഖ്യാനം പറയാൻ തുടങ്ങി. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു തോന്നുന്നുണ്ട്, മഞ്ചേശ്വരത്ത് ഗൊഡ്ഡേ എന്നൊരു സ്ഥലമുണ്ട്, ഗൊഡ്ഡേ. അവിടെ ഒരു ഉമ്മാക്ക് 4 മക്കൾ, 3 SSFകാരനും വലിയൊരു ചൽപ്പിയും. അങ്ങനെ ഈ 3 മക്കള് എപ്പോഴും വിളിക്കുന്നു, ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു ഞങ്ങൾ ഇച്ചാനൊക്കെ ശരിയാക്കി തരണോ. ഇവനെ ശരിയാക്കണം കത്തി കൊണ്ട് നാക്കണം വേറെന്താ. അങ്ങനെ ശരിയാക്കി തരണം, ഒരിക്കൽ ശരിയാക്കി തരണോ. ഞാൻ പറഞ്ഞു ശരിയാക്കി തരുന്ന അല്ല, നമുക്കൊന്ന് സംസാരിച്ചു നോക്കാവാണെങ്കിൽ എന്താ ഇതായത് കിട്ടിയെങ്കിൽ കിട്ടി. അങ്ങനെ ഞാൻ പോയി, ഞാൻ അങ്ങ് മംഗലാപുരത്ത് വേദന ഒരു അസർക്ക് തന്നെ പോയി, ഒരു കോട്ടയ്ക്ക് പോയി. അങ്ങനെ അസറെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ മദ്രസേനുള്ളിൽ ഈ 3 മക്കളുണ്ട്, ഉപ്പ ഉണ്ട്. ഉമ്മ കോട്ട പിടിച്ചിട്ട് മയറുന്നുണ്ടല്ല, പണ്ടത്തെ വയസ്സത്തെ ഉമ്മ ഇങ്ങനെ കോട്ട പിടിച്ച് നിൽക്കുമല്ലോ, അങ്ങനെ മൂലക്ക് ഉമ്മ കോട്ട പിടിച്ചിട്ട് നിന്നിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ പോയിട്ട് ഇരുന്ന് ഈ വരുന്ന കാണുന്നില്ല, ആളെ വരുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഒരു റിക്ഷ വന്നു. റിക്ഷ ഡ്രൈവർ ഇറങ്ങി, റിക്ഷേൻ്റെ ബാക്കിൽ നിന്ന് 2 കെട്ട്, ഇങ്ങനത്തെ 2 കെട്ടൊന്ന് മേശപ്പുറത്ത് വെച്ച് നോക്കുമ്പോൾ മലയാള ബുക്ക് എത്ര 30-40 കിലോ 2 കെട്ട്, ഇങ്ങനെ വലിയ 2 കെട്ട്. അപ്പോൾ ഞാൻ വെച്ചത് അതന്നെ ആൾ അത് തന്നെയെന്ന് അറിഞ്ഞു. അത് തന്നെ ഞാൻ എന്ത് മനസ്സിച്ചു, ഇതൊക്കെ കിതാബ് ഉസ്താദേ, ഇതല്ല കിതാബ് എന്ന് പറഞ്ഞോട്, മലയാളത്തിൻ്റെ ബുക്കല്ല ആയിട്ട്. അങ്ങനെ ഞങ്ങൾ തുടങ്ങി, 2 ആൾ ഇരുന്നിട്ട് തുടങ്ങി. ശ്രദ്ധിക്കേണ്ടത് ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞ സംഭവം വിശദീകരിക്കുകയാണ്. അങ്ങനെ ഞാൻ വെച്ചാൽ എന്ത് പ്രശ്നം എന്തോന്ന് വെച്ച്. അപ്പോൾ ഈ മക്കൾ പറഞ്ഞു, ഉസ്താദേ യാ റസൂൽ എന്ന് വിളിക്കൽ ശിർക്ക്, യാ ബദരീങ്ങൾ എന്ന് വിളിക്കൽ ശിർക്ക്, യാ മൊയ്തീൻ ശൈഖ് തങ്ങൾ എന്ന് വിളിക്കൽ ശിർക്ക്, യാ മടവൂർ ശൈഖ് തങ്ങൾ എന്ന് വിളിക്കൽ ശിർക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അതെയോ, ശിർക്കാണോ? അല്ല. അപ്പോൾ ശിർക്കാണ്. അങ്ങനെ ശിർക്ക് ചെയ്തവൻ മുശ്രിക്കല്ലേ എന്ന് വെച്ചാണ്. ശിർക്ക് മസ്തറല്ല, ചെയ്തവൻ്റെ പേര് മുശ്രിക്കല്ലേ, ഇസ്ഫായിലല്ലേ, മുശ്രിക്കല്ലേ എന്ന് വെച്ചു. അതെനിക്കറിയില്ല ഉസ്താദെ, ചെയ്യൽ ശിർക്ക് എന്ന് പറഞ്ഞു. അതിന് മീസാനൊന്നും പഠിക്കണ്ടേ, ഒന്ന് സർഫാക്കണ്ടേ, അജ്നാസൊന്നും ശരിക്കൊന്ന് സർഫാക്കി പഠിക്കണ്ടേ. ചെയ്യൽ ശിർക്ക്, ചെയ്തോന് മുശ്രിക്കല്ലേ എന്ന് വെച്ചു അല്ലേ. അടിച്ചോന് പേര് ലാരിബ് എന്നല്ലേ, ശിർക്ക് വെച്ചോന് പേര് മുശ്രിക്ക് എന്നല്ലേ. ഇത് അവൻ ആണ് എന്ന് പറഞ്ഞാൽ കുടുങ്ങി, കാരണം അപ്പുറം ഉപ്പ ഉമ്മണ്ടടെ ഒരു വിളിക്കുന്നുണ്ട്, യാ റസൂലുള്ളാഹി യാ ബദരീങ്ങൾ എന്ന് വിളിച്ചോണ്ട്. അപ്പൊ മുശ്രിക്കിന്റെ അവൻ മുശ്രിക്കല്ലേ, ഷറൂത്തദീൻ മുസാബിന്റെ മുസാബി നമ്മൾ പണ്ട് പഠിച്ചല്ലേ. അപ്പൊ മുശ്രിക്കിന്റെ അവൻ മുശ്രിക്ക് ഞാൻ പറയും. അപ്പൊ ഇവൻ ഇത് അതെനിക്കറിയില്ല ഉസ്താദ്, സംഗതി ശിർക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു ആയിക്കോട്ടെ ശിർക്കന്നല്ലേ അത്, എന്നാ യാ റസൂലുള്ളാഹി യാ ബദരീങ്ങൾ എന്ന് വിളിക്കൽ ശിർക്കാണെന്ന് എനിക്ക് ഒരു ആയത്ത് ഖുർആൻ ഓതുന്ന് വെച്ചാൽ ഡസൻ കണക്കിന് ഓതുന്ന് പറഞ്ഞാൽ അവിടെ ഒറ്റൊന്ന് ഒരായത്ത് അയാൾ ഓതുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും. ആയത്ത് ഓതി. ഞാൻ പറഞ്ഞു കണ്ടീഷനാണ്, ആയത്ത് വളരെ ക്ലിയർ ആണ്, അത് ഖുർആനിലുള്ള ആയത്ത് തന്നെയാണ്. അർത്ഥം പറയുന്നത്, അർത്ഥം പറഞ്ഞു ഇൻ തദഉഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളെ വിളി അവർ കേൾക്കുകയില്ല, വലൗ സമിഉ കേട്ടാൽ തന്നെ മസ്തജാബു ലക്കും ഉത്തരം ചെയ്യുകയില്ല. ഞാൻ പറഞ്ഞു അതും വളരെ കണ്ടീഷൻ, അർത്ഥം ശരിയാണ്, നമ്മൾ ശരിയെന്ന് പറയണ്ടേ. മൂന്നാമത് ഞാൻ ചോദിച്ചു ഇൻ തദഉഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ എന്നാൽ അർത്ഥം വെച്ചാൽ ഈ നിങ്ങൾ ആരാണ് അവരാരാണെന്ന് വെച്ചാൽ അടുത്ത മൂന്നാമത്തെ ചോദ്യം. ഇൻ തദഉഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളാര് അവരാര്. ഓ അത് ശരി. അപ്പൊ മൂന്നാമത്തെ അർത്ഥം ഇൻ തദഉഹും, സമസ്തക്കാരാകുന്ന നിങ്ങൾ വിളിച്ചാൽ, ഹും അബദരീങ്ങളെ വിളിച്ചാൽ. മൂന്നാമത്തെ അർത്ഥം ഞാൻ പറഞ്ഞു. നീ ഒരു ആയത്തെ അംഗീകരിച്ചു, അർത്ഥം വെച്ചപ്പോൾ അംഗീകരിച്ചു. ഈ വിശദീകരണം അംഗീകരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു തഫ്സീറിൽ ഈ വ്യാഖ്യാനം കാണിച്ചു തരണം. കാരണം ഖൗലുൽ മൗലവി ലൈസ ബിഹുജ്ജത്തിൻ, മൗലവിന്റെ വാക്ക് തെളിവല്ല. അതുകൊണ്ട് സമസ്തക്കാരാണ് ബദരീങ്ങളാണെന്നാണെങ്കിൽ എവിടെയെങ്കിലും ഒരു തെളിവ് കാണിച്ചു തരണം. അപ്പൊ ഇവനോട് ചോദിക്കാണ് മുസ്ലിയാർ നിങ്ങൾക്ക് മണ്ടയില്ലേ ചിന്തിച്ചൂടെ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മണ്ടയില്ലേ ചിന്തിച്ചൂടെ. ഇതാരും പഠിപ്പിച്ചതാ? ഇബ്നു അബ്ദുൽ വഹാബ് പഠിപ്പിച്ച. സ്വന്തമായിട്ട് അർത്ഥം വെച്ചോളൂ, ഖുർആന്റെ വ്യാഖ്യാനം നോക്കണ്ട. നിങ്ങൾക്ക് മണ്ടയില്ല ഉസ്താദ്, ചിന്തിച്ചോളൂ. ഞാൻ പറഞ്ഞു മണ്ടയുണ്ട്, അത് ഉപ്പ കുളിച്ചോണ്ടല്ല ചെമ്പിന്റെ കാലം കൊണ്ട് പോയത്, നല്ല മണ്ട, നല്ല ചെമ്പിന്റെ മണ്ടയുണ്ട് വരരുത്. വേറെ എന്തിനും മണ്ട നമുക്കുള്ള അല്ലേ.
ആ വെള്ളം ചൂടാക്കുന്ന ഉപ്പ് പറ മണ്ട കണ്ടിട്ടെങ്കിൽ അത് നമ്മളിലുള്ള മണ്ട, വേറെ മണ്ട നമുക്കില്ല. ഇതാണ് ഇത് ആര് പഠിപ്പിച്ചതാ? ഇബ്നു അബ്ദുൽ വഹാബ് പഠിപ്പിച്ചതാണ്. ഗുരുമുഖത്തിൽ നിന്ന് ഇൽമു പഠിച്ചാൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, നമ്മൾ സ്ഥാപനത്തിൽ വന്ന് പഠിക്കുന്നത്, ദർസിൽ നിന്ന് പഠിക്കുന്നത്, നമുക്ക് വലിയ മശായിഖന്മാരുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനമാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ സൈനുൽ ഉലമ ഉസ്താദ്, ഉസ്താദിൻ്റെ ഇൽമു നിങ്ങൾക്കറിയോ? ഉസ്താദിൽ ഇൽമിൻ്റെ ആഴം നിങ്ങൾക്കറിയോ? ഉസ്താദ് നമ്മൾ കാണുമ്പോൾ ഒരു സാധാരണ വ്യക്തിയല്ല. ഉസ്താദിൻ്റെ ഇൽമിൻ്റെ തഖ്വ പഠിക്കട്ടെ, ഞാൻ ഭാഗത്തേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഉസ്താദിൻ്റെ ഇൽമിൻ്റെ ആഴം എന്ന് പറയുന്നത്, ഞാൻ തന്നെ ഒരു അനുഭവങ്ങൾ പറയാവണമെങ്കിൽ, ഉസ്താദിൻ്റെ ഇൽമിൻ്റെ ആഴം 25 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ അളക്കമഞ്ചൽ ജോലി ചെയ്തിരുന്നു. ഇവിടെ തൊട്ടപ്പുറത്ത് ഞാൻ ഏകദേശം ദിവസങ്ങളിൽ അസറിൻ്റെ പിറകെ ഞാൻ മാണിക്ക് പോകും. അവിടെ പോകും, ഇവിടെ അല്ല, അവിടെ വലിയൊരു ലൈബ്രറി ഉണ്ട്. പഴയ കാലത്ത് ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു, കിതാബ് നോക്കാൻ വേണ്ടി അവിടെ പോകും. അങ്ങനെ പോയി തേടിയാൽ കിട്ടൂല. അപ്പോൾ ഉസ്താദ് വരും, ഉസ്താദ് എനിക്ക് ഇത്ര വിഷയം ആവശ്യമുണ്ട് എന്ന് പറയും. ഉസ്താദ് ഇങ്ങനെ വന്ന് ഒരു മരത്തിൻ്റെ കസാല ഉണ്ടായിരുന്നു അവിടെ, ആ ലൈബ്രറിയിൽ വന്ന് മരത്തിൻ്റെ കസാലിൽ വന്ന് ഇരിക്കും. അപ്പോൾ എന്നോട് അതിനെടുക്കുമനെ അതിനെ ആ പേരിൽ അതിനെടുത്താ എടുക്കുക. അതിൻ്റെ 38ാമത്തെ പേജ് മറിക്കും. നോക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞ് താടെയുണ്ട്. അങ്ങനെ എത്ര 2 വർഷക്കാലം ഇടപെടാതെ അസറിന്റെ പിറകെ ഞാൻ ഇവിടെ വന്നിരുന്നു, കിതാബ് നോക്കാനായിട്ട് വന്നതാണ്. ആ വന്ന് എനിക്ക് തേടിയിട്ട് കിട്ടാത്ത വിഷയം ഉസ്താദ് വന്നാൽ റായത്തായി. ചിലപ്പോൾ ഞാൻ വരുന്ന അനുസരിച്ച് ഉസ്താദ് വരും ചെയ്യും. ഉസ്താദ് ചോദിക്കൽ ഇഷ്ടമാണ്. ഉസ്താദ് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഉസ്താദ് ആ വിഷയം എവിടെ ഉള്ളത്, അത് അവിടെ നോക്കുന്നത്, അവിടെ അതാ ആ 13ാം വാല്യം എടുക്കുക, അതിന്റെ 110ാമത്തെ പേജ് എടുക്കുക. അദ്ദേഹം ഉസ്താദ് ഇങ്ങനെ വരെ ഇട്ടിട്ടുണ്ട് അവിടെ. എന്താ മന്തിക്ക് വേണോ, മഹാനി വേണോ, മറ്റുള്ള ഗോളശാസ്ത്രങ്ങൾ വേണോ, ഫിഖ് വേണോ, ഹദീസ് വേണോ, വ്യാഖ്യാനങ്ങൾ വേണോ, താരീഖ് വേണോ, ഏത് ചോദിച്ചാലും ഇൽമിന്റെ ആഴത്തിലാണ് മഹാനായ ശൈഖുനാ ഉസ്താദ്. ആ ഒരു ഗുരുമുഖത്തിൽ നിന്നാണ് ഞാൻ ഇൽമു പഠിക്കുന്നത്. പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, നമുക്ക് കിട്ടിയ ഭാഗ്യം ചെറുതല്ല, നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘ ആയുസ് കൊടുക്കട്ടെ, ക്ഷീണങ്ങളെല്ലാം അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ഇനിയും അവിടുത്തെ കൂടെ ഇൽമു പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ വലിയ ഗുരുവിൻ്റെ മുഖത്തിൽ നിന്നാണ് ഞാൻ ഇൽമു പഠിക്കുന്നത്. അത് മാത്രമാണ് ഇൽമു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയേണ്ടതില്ല. ഗുരുമുഖത്തിൽ നിന്ന് കിട്ടിയ ഇൽമു വേറെ തന്നെ. പുസ്തകം ഇറക്കുന്നവരാണ് നിങ്ങളൊക്കെ. ഞാൻ കുറേ അജ്മീർ വന്ന് കുറേ ബുക്ക് ഉണ്ട് ഇവിടെ. ഓരോ കൊല്ലത്തു നിന്നൊരു ബുക്ക് ഇറക്കാറില്ലേ? ഉസ്താദിൻ്റെ അനുഭവങ്ങൾ, ആ പറയുന്ന വ്യാഖ്യാനങ്ങളും അനുഭവങ്ങളൊക്കെ വെച്ചിട്ടല്ലേ ക്ലാസ് ഡെയിലി ഉസ്താദിൻ്റെ ആ ഗുരുമുഖത്തു നിന്ന് കിട്ടുന്ന ഇൽമുകൾ, അതൊക്കെ വേറെ എവിടെ നോക്കിയാലും കിട്ടൂല. ഒരു തഫ്സീർ നോക്കിയാലും കിട്ടൂല, ഒരു വ്യാഖ്യാനം നോക്കിയാലും കിട്ടൂല. അത് എവിടെ നിന്ന് കിട്ടി? അവിടുത്തെ ഉസ്താദിൽ നിന്ന് കിട്ടി. ഇവരെവിടെ നിന്ന് കിട്ടി? അവിടുത്തെ ഉസ്താദിൽ നിന്ന് കിട്ടി. ഞാൻ ഉദാഹരണം പറയാമാണെങ്കിൽ, ഒരു ദിവസം ഞാൻ നിങ്ങളെ ഈ പറഞ്ഞ ആയത്തുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കാനക്കൂട് ഉസ്താദ് പറഞ്ഞു, മോനെ, ജിബ്രീലല്ലേ റസൂലുള്ളാഹിക്ക് വഹി കൊടുത്തത്? അതെ, ജിബ്രീലാ വഹി കൊടുത്തത്. അങ്ങനെ ജിബ്രീൽ വഹി കൊടുത്തപ്പോൾ അല്ലാഹു തആല ജിബ്രീലിന്റെ മനസ്സിൽ തോന്നിപ്പിക്കാൻ, ഉസ്താദ് പറയാം, ഞാൻ കിതാബിലൂടെ കണ്ടിട്ടില്ല കേട്ടോ, ജിബ്രീലിന്റെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്, എന്താ, ഞാൻ ഈ വഹി കൊണ്ടുകൊടുത്തില്ലെങ്കിൽ മുത്തുനബിക്ക് ഇത് കിട്ടാനുള്ള സാധ്യതയില്ല. അതെന്തിനാണ് അങ്ങനെ തോന്നിപ്പിച്ചേ? റസൂലുള്ളാഹിന്റെ മഹത്വം ജിബ്രീലിന് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ജിബ്രീൽ എപ്പോഴും ഉസ്താദായിട്ട് നിൽക്കൂലേ, റസൂലുള്ളാഹി ശിഷ്യനായിട്ട് നിൽക്കൂലേ? അത് പോരാ, ശിഷ്യന്റെ ബഹുമാനം ആർക്ക് പഠിപ്പിച്ചു കൊടുക്കണം? ജിബ്രീലിലേക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഇത് ഉസ്താദ് പറഞ്ഞാണ് കേട്ടോ, ഞാൻ കിതാബിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ജിബ്രീൽ ഇങ്ങനെ ചിന്തിച്ച് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ഹദീസുമായിട്ട് വന്നു, ആയത്തുമായിട്ട് വന്ന ഉടനെ റസൂൽ ചോദിച്ചു, അല്ല ജിബ്രീലേ, നിനക്ക് എവിടെന്നാ കിട്ടൽ ഇതൊക്കെയെന്ന് വെച്ച്. അത് അർശിന്റെ അങ്ങേറ്റത്തൊരു സുത്ര, ഒരു മറയുണ്ട്, മറയുടെ അപ്പുറത്ത് എനിക്ക് ശബ്ദം കേൾക്കും, അത് ഞാൻ ബൈഹത്താക്കി ഇങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ ജിബ്രീലിനോട് പറയാം, നാളെ നിങ്ങൾ ആ സൂത്രന്റെ അടുത്തേക്ക് പോയാൽ ആ സൂത്ര ഒന്ന് പൊക്കി നോക്കണം എന്ന് പറഞ്ഞു. സൂത്ര, ആ വിരി ഒന്ന് പൊക്കി നോക്കണം. പിറ്റേ ദിവസം വഹീന് വേണ്ടി ജിബ്രീൽ പോയപ്പോ റസൂൽ പറഞ്ഞല്ലോ പൊക്കി നോക്ക. അങ്ങനെ ആ വിരി അങ്ങ് പൊക്കി നോക്കിയപ്പോൾ അപ്പുറത്തുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതെന്റെ ഉസ്താദിന്റെ പക്കൽ എനിക്ക് കിട്ടിയതാണ്. ഇത് സത്യമാണെന്ന് എനിക്കൊന്ന് ഉറപ്പിക്കണ്ടേ? ഉസ്താദ് സുല്യത്ത് ദിവസം എടുത്തുമ്പോൾ എന്നെ വേദന വിളിച്ചു. ഉസ്താദ് ഇങ്ങനെ ഒരു മരത്തിന്റെ ചേരും വെച്ച് മൂലയ്ക്ക് ഇരിക്കുകയാണ്. ഞാൻ ആ സംഭവം വേദന പറഞ്ഞു എനിക്ക് ഞാൻ ഉസ്താദ് പറഞ്ഞു തന്നതാണ് പറഞ്ഞാൽ. ഉസ്താദ് എന്നെ പിന്നെ പറഞ്ഞു, എനിക്ക് താജുൽ പറഞ്ഞു തന്നതാണ് എന്ന് പറഞ്ഞു ഉസ്താദ്. താജുൽ ഗുരുമുഖത്തിന്റെ ഇൽമ നോക്കി കിതാബ് നോക്കിയാൽ കിട്ടിക്കൊള്ളുന്നില്ല. ഗുരുമുഖത്തിന്റെ ഇൽമ എനിക്ക് താജുൽ ഇൽമ പറഞ്ഞു തന്നതാ. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുത്തഅല്ലിമീങ്ങളെ, ഗുരുമുഖത്തിലാണ് ഇൽമുള്ളത്. ആ മശായിഖന്മാരെ ഇന്ന് കേട്ട് പഠിക്കണം. അതാണ് ബുഖാരി തുടങ്ങിയത് അങ്ങനെയാണ്, ഖുർആന്റെ ആയത്ത് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്, ഹദീസ് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ ആ ഗുരുമുഖത്തിൽ നിന്ന് കിട്ടുന്ന ഇൽമു പഠിക്കാൻ ഭാഗ്യം കിട്ടിയാൽ, അള്ളാഹിന്റെ മതത്തിന്റെ നിയമങ്ങളെ പഠിക്കാൻ ഭാഗ്യം കിട്ടിയാൽ, അള്ളാഹ് ഖുർആൻ ചോദിച്ചില്ലേ, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ.
എന്തൊരു ബഹുമാനം അല്ലാഹ് ചോദിക്കുകയാണ്. അല്ല മനുഷ്യ, എന്റെ മതത്തിന്റെ നിയമം പഠിക്കാൻ അവസരം കൊടുത്ത പണ്ഡിതനും അറിയാത്തനും ഒരുപോലെയാണെന്നാണ് നിന്റെ ധാരണ? ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരുപോലെയാണോ? ആണെന്ന് വിചാരിക്കണ്ട. എന്റെ മതം പഠിച്ചവനും മതം പഠിക്കാത്തവനും ഒരുപോലെയല്ല. എന്നിട്ട് പിന്നെയും പറയുന്നു, യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. രണ്ടും സമമാണോ എന്ന് ചോദിച്ച അല്ലാഹ് തന്നെ ബഹുമാനം പഠിപ്പിക്കുകയാണ്. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും, അല്ലാഹു തആല സ്ഥാനം ഉയർത്തും. വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ആ പറച്ചലന്നെ കണ്ടില്ലേ, ആകാശത്തിൽ ഉയരുന്ന ശബ്ദം, ആ പറച്ചല. വല്ലദീന ഊതുൽ ഇൽമ ദറജത്ത് എന്നല്ല പറഞ്ഞ, വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമ നൽകപ്പെട്ട പണ്ഡിതന്മാർക്ക്, ദീനിന്റെ അറിവ് നൽകപ്പെട്ട പണ്ഡിതന്മാർക്ക് വലിയ സ്ഥാനം നമ്മൾ കൊടുക്കും. അല്ലേ? എല്ലാം വ്യത്യാസമല്ലേ? അലിമീങ്ങളും എല്ലാം എല്ലാം ഒരുപോലെ അല്ലല്ലോ. മാണി ഉസ്താദിനെ ദർജ എത്തിച്ച ഉസ്താദ്മാർ ഇപ്പം ആരുമില്ലല്ലോ. ഇവിടെ ആരുമില്ല. അവിടുത്തെ ഉസ്താദ് അവരെക്കാളും മീതിയല്ലേ, അവധി ഉസ്താദ് അവരെക്കാളും മീതിയല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഉലമാനിക്ക് വലിയ മഹത്വമാണ്. ആർക്ക്? അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം പഠിക്കുന്ന പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർക്ക് വലിയ ബഹുമാനമാണ്, വലിയ ബഹുമാനം. അത് അള്ളാഹ് കൊടുക്കുന്ന ബഹുമാനാണ്. എന്നിട്ട് അള്ളാഹ് പറയുന്നു, അങ്ങനെ ബഹുമാനം അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നുണ്ടോ? ആ ബഹുമാനം എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന സമയത്ത് അല്ലാഹു തആല ഒരു മനുഷ്യനിക്ക് വണ്ണമായ ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, ഖൈറൻ അത്തൻവീനു ലിത്തഅദീമി, വണ്ണമായ ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ യുഫഖിഹുഹു ഫിദ്ദീൻ, അല്ലാഹു തആല അവനെ ദീനിൽ അറിവുള്ള പണ്ഡിതനാക്കി മാറ്റും. ദീനിൽ അറിവുള്ള പണ്ഡിതനാക്കി മാറ്റും. ഇവിടെ മശൂർ സഖാവി ഉസ്താദിന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, മസലൻ. ഇയാൾ ഹിഫ്ദ് പഠിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഓനും കൂടെ പോയി പഠിക്കാൻ. ഓൻ പകുതിന്ന് ഓടി, ഇയാൾ പഠിച്ച്. ഓൻ പകുതിന്ന് ഓടിയിട്ട് നേരെ ബാംഗ്ലൂർ പോയി. ഇയാൾ പാസ്സായിട്ട് വരുമ്പോൾ എനിക്ക് ബാംഗ്ലൂരിൽ 4 ഷോപ്പുണ്ട്, 4 കട, 4 പീടിയുണ്ട്. എനിക്ക് പഠിച്ചോനെ, ഞാനും പൊട്ടിയായിരുന്നു. എനിക്ക് 4 ഷോപ്പായില്ലേ, ഞാനും പൊട്ടിയായിരുന്നു. എന്തേ? നമുക്കെന്തില്ല, നമുക്കൊന്നുമില്ല. ഇവിടുന്ന് മാണിന് കിട്ടുന്ന ശമ്പളം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അയാൾക്ക്. മനസ്സിലാവില്ലേ പറയുന്നത് അല്ലേ? അങ്ങനെ ചിന്തിക്കരുത്. എന്തുകൊണ്ട്? അവനിക്കല്ല ഖൈർ, ഇയാൾക്കാണ് ഖൈർ. എന്തേ? ഖുർആൻ പഠിച്ച് ഹാഫിളാക്കി ഇൽമ പഠിച്ച് എത്ര ശിഷ്യന്മാർ. അവ അല്ലാഹു തആല വണ്ണമായ ഖൈർ ഉദ്ദേശിച്ചാൽ യുഫഖിഹു ഫിദ്ദീൻ. അല്ലേ? നമ്മളിലെ ഏറ്റവും വലിയ മുതലാളിമാർ നമ്മളല്ലേ? നമ്മൾ ആഖിറത്തിന്റെ കച്ചവടത്തിലാണ്, ദുനിയാവിന്റെ കച്ചവടത്തിലല്ല ഉള്ളത്. ഇരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഓതുന്ന സമയത്ത് പ്രതിഫലം ഉസ്താദിനിക്കാണ്. അല്ലേ? അവർ ദർസ് നടത്തുന്ന സമയത്ത് പ്രതിഫലം ഉസ്താദുമാർക്കാണ്. വലിയ ബിസിനസ്സുകാരാണ് നമ്മളൊക്കെ. ഏത് ബിസിനസ്? ആത്മീയ ലോകത്തുള്ള ബിസിനസ്സാണ്, ഭൗതിക ലോകത്തിന്റെ ബിസിനസ് അല്ല. അള്ളാഹു വിജയികളിൽ പെടുത്തി തരുമാറാകട്ടെ. മയ്യുരിദില്ലാഹു ബി ഖൈറൻ, അള്ളാഹു തആലക്ക് വണ്ണമായ ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ അറിവുള്ളവനാക്കി മാറ്റി തീർക്കും. ആ അറിവ് പഠിക്കാൻ വേണ്ടി അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തു. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഞാൻ ആ ഭാഗം നീട്ടി സംസാരിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇമാമിങ്ങൾ പറഞ്ഞത്, ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു സംഭവം കാണാം. മുത്തഅല്ലിമീങ്ങളെ, തഅല്ലമുൽ ഇൽമ, നിങ്ങൾ ഇൽമ പഠിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെപ്പോലെ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്ന കൂട്ടർ ലോകത്ത് വേറെയില്ല. നിങ്ങളെപ്പോലെ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്ന കൂട്ടർ വേറെയില്ല. എന്തുകൊണ്ട്? നിങ്ങളെ നാക്ക് ദിക്റിലാണ്, നിങ്ങളെ കണ്ണ് ദിക്റിലാണ്, നിങ്ങളെ ചെവി ദിക്റിലാണ്, നിങ്ങളെ ഖൽബ് ദിക്റിലാണ്, നിങ്ങളെ കൈ ദിക്റിലാണ്, കാല് ദിക്റിലാണ്. ഒരാൾ ഇങ്ങനെ വന്നിട്ട് മൂലയ്ക്ക് ഇങ്ങനെ തസ്ബീഹലാണ്, ഒരു നാടനായ ഒരു മനുഷ്യൻ ഇങ്ങനെ തസ്ബീഹലാണ് മൂലയ്ക്കിരുന്നിട്ട്. അല്ലിങ്ങനെ തസ്ബീഹുമ്പോൾ കൈ അനക്കുന്നുണ്ട്, നാവില് തസ്ബീഹ്, കയ്യിൽ തസ്ബീഹ്, 2 തസ്ബീഹേ ഉള്ളൂ തസ്ബീഹ്. ഒരു മുത്തഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവയവങ്ങൾ മുഴുവനും തസ്ബീഹാണ്. അതെന്താ? നാക്കുകൊണ്ട് ഇൽമു പഠിക്കുന്നു, അത് ചൊല്ലിപ്പഠിക്കുന്നു, നാവിന്റെ തസ്ബീഹ്. ചെവിട് കൊണ്ട് തന്റെ ഗുരുവിന്റെ വക്കൽ നിന്ന് ഇൽമു കേൾക്കുന്നു, ചെവിന്റെ തസ്ബീഹ്. കണ്ണുകൊണ്ട് കിതാബിലേക്ക് നോക്കുന്നു, കണ്ണിന്റെ തസ്ബീഹ്. മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, മനസ്സിന്റെ തസ്ബീഹ്. കൈകൊണ്ട് കിതാബിനെ പിടിക്കുന്നു, കൈയിന്റെ തസ്ബീഹ്. കാലുകൊണ്ട് ഗുരുവിന്റെ മുമ്പിലേക്ക് കിതാബ് എടുത്ത് നടക്കുന്നു, കാലിന്റെ തസ്ബീഹ്. ഇങ്ങനെ ഇബാദത്ത് എടുക്കുന്ന ഒരു കൂട്ടർ ലോകത്ത് വരാനുള്ളത് ആരുമില്ല. അതുകൊണ്ട് ആ മുത്തഅല്ലിമീങ്ങളുടെ ദുആക്ക് ഉത്തരമുണ്ട്. പോരാ, ഇങ്ങനെ തസ്ബീഹ് ചൊല്ലുന്ന കൂട്ടരാകുമ്പോ
മലക്കുകൾ ചിറക് താഴ്ത്തി കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, കൊടുക്കാണ്ടിരിക്കും. ഇത് ആരാണ്? ഇൽമ പഠിക്കുന്നവരാണ്. അതുകൊണ്ടാണ് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഅല്ലമുൽ ഇൽമ, നിങ്ങൾ ഇൽമ നന്നായിട്ട് പഠിക്കണം. ഫഇന്ന തഅല്ലുമഹു ലില്ലാഹി ഖശ്യ, അല്ലാഹുവിന് വേണ്ടി ഇൽമ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഭയഭക്തിയാണ്. വതലബുഹു, ആ ഇൽമിനെ തേടി പഠിക്കൽ ഇബാദത്തുൻ, അത് ഇബാദത്താണ്. മുദാക്കറതുഹു, രണ്ട് മുതഅല്ലിമീങ്ങൾ ഇൽമ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാണ്. അതെന്താ അങ്ങനെ പറഞ്ഞ്, അത് ഇങ്ങനെ പറഞ്ഞ് ചർച്ചയാണ്. മുദാക്കറത്തു തസ്ബീഹാൻ വൽ ബഹ്സു അൻഹു, അതിനെ കുറിച്ച് ഇങ്ങനെ ഗവേഷണം നടത്താൻ. ഇൽമിനെ കുറിച്ച് ഇങ്ങനെ ഗവേഷണം നടത്തിയത് അവിടെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനെ ഗവേഷണം നടത്തി. അത് ജിഹാദാണ്, ജിഹാദാണ്, അത് യുദ്ധമാണ്. വതഅലീമുഹു മൻ ലാ യഅലമുഹു, അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കൽ സ്വതഖയാണ്. വബദ്ലുഹു ലി അഹ്ലിഹി, അതിന്റെ അഹ്ലികാർക്ക് ഇട്ടുകൊടുക്കലോ ഖുർബത്തുൻ, അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള ഇൽമാണ്. ഒരു മുത്തഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തസ്ബീഹ് ഉണ്ട്, സ്വതഖയുണ്ട്, ജിഹാദ് ഉണ്ട്, എല്ലാം അവന്റെ ജീവിതത്തിലുണ്ട്. ചർച്ച ചെയ്യൽ ജിഹാദാൻ, മുദാക്കറത്ത് തസ്ബീഹാൻ, ഗവേഷണം നടത്തൽ ജിഹാദാൻ. അങ്ങനെ ഓന്റെ ശരീരം മുഴുവനും ഇൽമുമായി ബന്ധപ്പെടുകയാണ്. ഇത്രയും ബഹുമാനം ലഭിച്ച കൂട്ടര് നിങ്ങളല്ലാതെ ഞങ്ങളില്ല. അത്രയും ബഹുമാനം ലഭിച്ചു നിങ്ങൾക്ക്. അത് ഉസ്താദ് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ചോദ്യം. നിങ്ങൾ പഠിക്കുന്ന ഇൽമന്നല്ലേ, പഠിക്കുന്നത് ഇൽമന്നല്ലേ, ഇത് സംശയം തന്നെ. സംശയിച്ചാൽ പോയി ഓൻ കുടുങ്ങി. നമ്മൾ അള്ളാന്റെ ഇൽമാണ് പഠിക്കുന്നത്. അള്ളാന്റെ ഇൽമ പഠിക്കുമ്പോൾ കണ്ടിലും ചെവിയിലും നാക്കിലും എല്ലാത്തിലും തസ്ബീഹാണ് അവിടെ നടക്കുന്നത്. അത്രയും വലിയ ഭാഗ്യം ലഭിച്ചവരാണ് മുതഅല്ലിമീങ്ങൾ എന്ന് പറയുന്നത്. അള്ളാഹു ആ ഭാഗ്യവന്മാരിൽ നമ്മൾ എല്ലാവരെയും പെടുത്തി തരുമാറാകട്ടെ. ഇനി ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് തൽക്കാലം ഇന്ന് നിർത്തുകയാണ്. അതെന്താ? അങ്ങനെ പഠിക്കാൻ അവസരം കിട്ടിയ ഒരു മുതഅല്ലിം, ആ മുതഅല്ലിം ഇൽമ പഠിക്കുമ്പോൾ ചില ആദാബുകളുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ശറഹുൽ മുഹദ്ദബിന്റെ 1-ാം വാല്യം തുടക്കം. അതിൽ ആദാബുൽ മുതഅല്ലിമി, ഞാൻ ഇതുവരെ വായിച്ചത് ഇൽമിന്റെ ഫളായിലൊക്കെ വായിച്ചു. ആദാബുൽ മുതഅല്ലിം ശറഹുൽ മുഹദ്ദബിന്റെ 1-ാം വാല്യത്തിന്റെ തുടക്കത്തിൽ തന്നെ മുതഅല്ലിമിന്റെ ആദാബ് പറയുന്നത് കാണാം. അമ്മ ആദാബുഹു ഫീ നഫ്സിഹി വദറസിഹി, അവന്റെ സ്വന്തം ശരീരത്തിലും അവന്റെ ദർസിലൊക്കെ പാലിക്കേണ്ട അദബുകൾ പറഞ്ഞിട്ട് പറയാണ്. വയംബഗി, ഒരു മുതഅല്ലിമിനിക്ക് അത്യാവശ്യമാണ്. ഒന്നിൽ പഠിക്കുന്നത് ഇൽമാൻ, അവന്റെ കണ്ണും നാക്കും ചെവിയും കയ്യും കൽബും കാലും എല്ലാം ദിക്റിലാണ്, തസ്ബീഹിലാണ്, ജിഹാദിലാണ്, ഉണ്ടോ? എല്ലാ നിലക്കും ഇബാദത്താൽ. ആ ഇബാദത്തുമായി ബന്ധപ്പെടുന്ന ഒരു മുതഅല്ലിം, ആ മുതഅല്ലിമിനിക്ക് ഇൽമു ലഭിക്കണമെങ്കിൽ വയംബഗി അൻ യുതഹിറ ഖൽബഹു മിനൽ അദ്നാസ്, ഓന്റെ കൽബിനെ കച്ചരയിൽ നിന്ന് ശുദ്ധിയാക്കണം. കച്ചര അറിയില്ലേ? ഇപ്പൊ മഴ പോകുമ്പോ ഇങ്ങനെ കച്ചര വന്ന് കാണുന്നില്ലേ? കച്ചര എന്ന് പറയുന്നത്, കച്ചര എന്നാ പറയാ, വേസ്റ്റ് കച്ചരകൾ അല്ലെ, അദ്നാസ് വേസ്റ്റ് കച്ചറകൾ. കൽബിനെ ശുദ്ധിയാക്കണം ഇൽമ പഠിക്കുന്നത്. എന്തിനാ അത് ശുദ്ധിയാക്കുന്നത്? ലിഖബൂലിൽ ഇൽമി, ഇൽമിനെ കൽബ് സ്വീകരിക്കണം. എന്നിട്ടോ വഹിഫ്ളിഹി, ആ കൽബ് ഇൽമിനെ ഹിഫ്ളാക്കണം. വസ്തിസ്മാരിഹി, ആ ഇൽമു ഫലം ചെയ്യണം. ഇൽമു ഫലം ചെയ്യണമെങ്കിലും ഇൽമു ഹിഫ്ളാകണമെങ്കിലും ഇൽമിനെ കബൂലാക്കണമെങ്കിലും ഇവിടുത്തെ കച്ചറ മുന്നേ നീങ്ങണം, കൽബിന്റെ കച്ചറ നീങ്ങണം. അതുകൊണ്ടാണ് നമുക്ക് ഇൽമു പഠിച്ചാൽ അത് പാഠമാകുന്നില്ല. അത് കൽബിലേക്ക്, നിങ്ങൾക്കല്ലോ, എനിക്ക് കൽബിലേക്ക് അത് കടക്കുന്നില്ല. എന്തേ? ഈടെ കുറെ കച്ചറുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് ഇത് എങ്ങനെ കിടക്കുക? ഇൽമു 100 100 ഇൽമ എങ്ങനെ കച്ചറിൻ്റെ ഉള്ളിലേക്ക് കിടക്കുക? കച്ചറ വേസ്റ്റ് കുറെ വസ്തുക്കളുണ്ട് ഇവിടെ, അതിനാദ്യം തുടച്ച് നീക്കണം. അത് നീക്കൽ ഒരു മുതഅല്ലിമിന്റെ ആദാബിൽപ്പെട്ടതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന ഫിൽ ജസദി മുദ്അതൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. ശരീരത്തിൽ ഒരു ഇറച്ചി കഷ്ടമുണ്ട്, അത് നന്നായാൽ ശരീരം മൊത്തം നന്നായി, അത് ചീത്തയായാൽ ശരീരം മൊത്തം ചീത്തയായി. അത് ഖൽബാണ്. അത് നന്നാകണം, അത് നന്നാകണം, ഖൽബ് നന്നാകണം. അകം ശുദ്ധിയാക്കാതെ നീ മിനു കണ്ട കക്കൂസിലുള്ളൊരു രീതി നീ എടുക്കണ്ട. തഴവ പാടിയതുപോലെ, അകം ശുദ്ധിയാക്കാതെ നീ മിനുക്കണ്ട, കക്കൂസിലുള്ളൊരു രീതി നീ എടുക്കണ്ട. കക്കൂസിന്റെ രീതി എങ്ങനെ? ടൈൽസ്, മാർബിള്, നല്ല ഡോറ്, കാണാൻ എന്ത് ചന്തം. ഉള്ളിലേക്ക് ചെരുപ്പ് ഊരിയിട്ട് പോകണം, ഇട്ടിട്ട് പോയാൽ ബുദ്ധിമുട്ടായി പോകും. പക്ഷെ തുറക്കുമ്പോൾ, ഡോറ് തുറക്കുമ്പോൾ നാറിയിട്ട് സഹിക്കാൻ പറ്റുന്നത്, പുറത്ത് നല്ല ചന്തം കാണാം. അതുപോലെയാണ് ഈ സാധനം. ഞാൻ
നിങ്ങളല്ല കേട്ടോ. പുറത്ത് കാണാൻ ഒരു കുറവില്ല, കമ്മീസ് ഇട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു കുറവില്ല. പുറത്ത് കാണാൻ നല്ല ചന്തമുണ്ട്, പക്ഷെ ഉള്ളു കക്കൂസാണ്, നാറാണ്. ആ കൽബിനെ ശുദ്ധിയാക്കണം, അല്ലെങ്കിൽ ഇൽമു കിട്ടൂല. ആരാ? ബഹുമാനപ്പെട്ട രണ്ടാം ഷാഫിഈ എന്ന് പരിചയപ്പെടുത്തിയ ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു ശറഉൽ മുഅദ്ദബിൽ വിശദീകരിക്കുകയാണ് മുതഅല്ലിമിന്റെ ആദാബ് പറയാൻ ഖൽബ് ശുദ്ധിയാക്കണം. എന്നിട്ട് പറയാ വഖാലു, പണ്ഡിതന്മാർ പറഞ്ഞു, തതീബുൽ ഖൽബി ലിൽ ഇൽമി കതതീബിൽ അർളി ലിസ്സറഅ. ഇൽമു പഠിക്കാൻ വേണ്ടി കൽബിനെ ശുദ്ധിയാക്കൽ കൃഷി ചെയ്യാൻ വേണ്ടി ഭൂമിനെ നന്നാക്കുന്നത് പോലെയാണ്. ഒരു കുന്നിനോട് ഇങ്ങനെ വിത്തിട്ടാ മുളക്കോ? ഇല്ല. നെൽകൃഷിയാക്കുന്ന ഒരാൾ, നെല്ല് ഉണ്ടാക്കുന്ന ഒരാൾ കണ്ടത്തിൽ ശരിക്കാൻ അടന്നിട്ട് പൊടിച്ചിട്ട് പൊടിയാക്കിയിട്ട് മിഷനിലൊക്കെ ഇട്ട് പൊടിച്ച്, അല്ലെ, മിഷനിലൊക്കെ മണ്ണിനെ പൊടിയാക്കിയിട്ട് ശരിക്കും വെള്ളം കൂട്ടി കാലിക്ക് നല്ല പാങ്ങലെ, നമുക്കറിയാം നാട്ടിൽ നമുക്ക് കണ്ട് വേണ്ട മൂരി പൂത്തൊക്കെ നല്ലോണം കണ്ടത്തിൽ പൊടിയാക്കിയ ആളാണ്. അങ്ങനെ പൊടിയാക്കി നല്ല മണ്ണൊക്കെ പൊടിയായപ്പോൾ വിത്തുകൊണ്ടിട്ട് ഇങ്ങനെ ഇട്ട് നല്ല മട്ടത്തിന് മുളക്കും. കുന്നിൻ്റെ മൊട്ടയിൽ നെല്ലിട്ടങ്ങ് മുളക്കല, കുന്നിൻ്റെ മൊട്ടയിൽ തേങ്ങ കൊണ്ടിട്ട് കുളിക്കല. അടക്ക ഇങ്ങനെ പാറന്റെ മുകളിൽ എറിഞ്ഞാൽ അത് മുളക്കൂല. അതിനെന്ത് വേണം? അതിന് ശരിക്കും മണ്ണ് ആകും പാകും, അതൊക്കെ ഉണ്ടെല്ലാം കുഴിച്ചിട്ട് നല്ല പാങ്ങാക്കിയിട്ട് കുറച്ച് വീട്ടിൻ്റെ പൊടിയിലിട്ട് പിന്നെ അടക്കനെ തൈ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ നല്ല അടക്ക പൊന്തിട്ട് വരാൻ. കൃഷിക്ക് വേണ്ടി ഭൂമിനെ നന്നാക്കുന്നത് പോലെ ഇൽമിനിക്ക് വേണ്ടി കൽബിനെ നന്നാക്കണം. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അതെങ്ങനെ കൽബിനെ നന്നാക്കല്? ഒന്ന് കച്ചറ നീക്ക. എന്നിട്ട് പറയുന്നത് വയംബഗി അൻ യഖതഅൽ അലായിഖത ശാഗിലത അൻ കമാലിൽ ഇജ്തിഹാദി ബിത്തഹ്സീൽ. ഇൽമ കരസ്ഥമാകുന്ന വിഷയത്തിൽ അവന്റെ പരിശ്രമത്തിനെ മുടക്കിക്കളയുന്ന എല്ലാ ബന്ധങ്ങളും മുറിക്കണം. മൊബൈലിനെ വെച്ച് തോട്ടിലേക്ക് എറിയണം എന്നാ പറഞ്ഞ. എന്ത്? മൊബൈലിനെ വെച്ച് തോട്ടിലേക്ക് എറിയണോ? എന്ത്? ബന്ധങ്ങളെ മുറിക്കണം. അശാഗിലത മുടക്കിക്കളയുന്ന, അൻകമാലിൽ ഇജ്തിഹാദി പൂർണ്ണമായുള്ള ഗവേഷണം, അധ്വാനം. എന്തില്? ഫിത്തഹ്സീൽ, ഇൽമിനെ കരസ്ഥമാക്കുന്ന വിഷയത്തില്. അപ്പൊ ഇൽമിനെ കരസ്ഥമാക്കുന്ന വിഷയത്തില് അതിനെ പരിശ്രമത്തിന് മുടക്കിക്കളയുന്ന എന്തൊക്കെയുണ്ടോ ആ ബന്ധങ്ങൾ മുഴുവനും മുറിച്ചു കളയണം, അല്ലെങ്കിൽ ഇൽമു കിട്ടൂല. ഞാൻ പറയല്ലോ കേട്ടോ, മൊബൈൽ ഞാൻ ഉദാഹരണം കൊടുത്തതാണ് ഇവിടെ. അങ്ങനെ എന്തൊക്കെ ബന്ധങ്ങളുണ്ടോ. ഇത് മുത്തഅല്ലിം എപ്പോഴും ചെവിയിൽ മൊബൈൽ. എന്തേ? ഒരു ആടെ ബിസിനസ്സിന് പാർട്ട്ണർ, ആടത്തെ ബിസിനസ്സിന് പാർട്ട്ണർ, അപ്പുറത്തെ അതില് പാർട്ട്ണർ, ഇവിടെ മുത്തഅല്ലിം, അല്ലേ? ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനല്ലേ? ആടെ ഇവിടെ പാർട്ട്ണർ, ദർസിന് മുത്തഅല്ലിം. ഇൽമു കിട്ടോ? ഒരിക്കലും കിട്ടൂല. മഹാന്മാർ പറയാ, എല്ലാ ഇൽമിനെ മുടക്കിക്കളയുന്ന ബന്ധങ്ങളെ തൊട്ടെല്ലാം അവൻ മാറി നിൽക്കണം. എന്നിട്ടോ നമ്മളെ സ്ഥാപനമാകുമ്പോൾ വേണ്ടതുപോലെ ഭക്ഷണം നല്ലത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഉള്ള ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടണം. ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ കിട്ടും, അതുകൊണ്ട് തൃപ്തിപ്പെടണം. ആര് പറയാ? ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ്, ചെറിയ ഭക്ഷണങ്ങൾ കിട്ടും, അതുകൊണ്ട് തൃപ്തിപ്പെട്ട് കൊള്ളണം. ഉസ്താദ് പോയെങ്കിൽ മുത്താരിങ്ങൾ നേരെ പോകുന്നവർക്കറിയോ? ഹോട്ടലിലേക്ക്. നരകത്തിന്റെ കോഴി. ഞാനിങ്ങനെ സ്വീപ്പായിക്കൊണ്ട് നരകത്ത്. ഇന്നലെ കോഴിക്കോട് നിന്ന് വരുമ്പോൾ, ഞാൻ രാത്രി കോഴിക്കോടുണ്ടായിരുന്നല്ലേ, രാത്രി ഇങ്ങനെ വരുമ്പോൾ വടകരയിൽ ഞങ്ങനെ ഒരു ബ്ലോക്കായി. നമുക്ക് ഇപ്പുറത്തെ നരകത്തിന്റെ കോഴി, പേരെന്നെ, ഹോട്ടലിൻ്റെ പേര് നരകത്തിന്റെ കോഴി. നരകത്തിന്റെ കോഴി മനസ്സിലായി? കോഴി മനസ്സിലായില്ല? ചത്ത കോഴി, ജീവനില്ലാത്ത, അനങ്ങാൻ പറ്റാത്ത സാധനം ഉണ്ടല്ല, അനങ്ങാൻ പറ്റാത്ത കോഴി, അതാണ് സാധനം. നമുക്ക് ഫാസ്റ്റ് ഫുഡ് അല്ലാണ്ട് നമ്മുടെ ജീവിതത്തിൽ പറ്റുന്നില്ല. ഇൽമു കിട്ടണോ? ചുരുങ്ങിയ ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടണം. ഇവിടെ നിന്ന് വിട്ടുപോയൊരു മുത്താലിബിനെ കണ്ടു, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാനൊരു സ്ഥലത്ത് ഒരു മുത്താലിബിനെ കണ്ടു, ഇവിടുന്ന് വിട്ടുപോയതാണ്. എന്തിനു വേണം ഈ മാണിന്ന് വിട്ടെ? അവിടെ ഭക്ഷണം ശരിയില്ല. ഞാൻ പേരൊന്നും പറയില്ല, വേണ്ടത് പേരും പറയാം, അഡ്രസ്സും പറയാം. ഇവിടുന്ന് വിട്ടുപോയൊരു മുത്താലിമാണ്. അവിടെ ഭക്ഷണം ശരിയില്ല. ഈ ഉസ്താദുമാരെല്ലാം കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ശരിയില്ലാണ്ടായിപ്പോയി, അല്ലേ? ഇൽമ കിട്ടണോ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണമെന്ന് മഹാന്മാർ പറയാ. എന്നിട്ട് ക്ഷമ വേണം. ജീവിതത്തിൽ വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. വരയിൽ പ്രശ്നം ഉണ്ടാകും, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകും, ഇടുക്കിത്തരമായ ജീവിതമായിരിക്കും. ഇൽമു പഠിക്കണോ? അതിലൊക്കെ സബർ ഉണ്ടാകണം. ഇത് നീ ഇൽമു പഠിക്ക,
പൊന്നെ ചിന്തിച്ചോണ്ടിരിക്കും. ആടെന്തായി അവിടെ ഉപ്പാക്ക് കഴിഞ്ഞില്ല, അവിടെ ഉമ്മാക്ക് കഴിഞ്ഞില്ല, അവിടെ പെങ്ങളെ കെട്ടിക്കാനായിന്, അങ്ങനെ അതിന് ഇങ്ങനെ അതിന് പോരെ പൊളിഞ്ഞിട്ട് പോകാനായിന്. നിനക്ക് ഇൽമ കിട്ടുമോ? നിനക്ക് ഇൽമ കിട്ടൂല. മഹാന്മാർ പറയാ നിനക്ക് ഇൽമ കിട്ടണമെങ്കിൽ അതിന് തൊട്ടൊക്കെ മാറി നിൽക്കണം. അങ്ങനെ പറഞ്ഞ് സുബ്ഹാനല്ലാഹ് എത്രയാ പറയുന്നത്, ഞാൻ നിർത്തുകയാണ്. എന്നിട്ട് അവസാനം പറയുന്നു ഒമിൻ ആദാബിൽ മുതഅല്ലിമി, ഒരു മുതഅല്ലിമിന്റെ ആദാബിൽപ്പെട്ടതാണ് അയ്യതഹറ റിളൽ മുഅല്ലിമി, ഉസ്താദിന്റെ തൃപ്തിനെ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ഉസ്താദിന്റെ റിളാനെ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. വൈൻ ഖാലഫ റഅയ നഫ്സിഹി, ചിലപ്പോൾ ഓന്റെ സ്വന്തം അഭിപ്രായത്തിന് എതിരായിരിക്കും ഉസ്താദിന്റെ അഭിപ്രായം. എനിക്ക് കിട്ടിയ അഭിപ്രായത്തിന് നേരെ എതിരായിരിക്കും ഉസ്താദിന്റെ അഭിപ്രായം. എന്ന് ഉസ്താദിന് മുമ്പിൽ തുള്ളിച്ചാടാൻ നിൽക്കണ്ട. ഇപ്പൊ കാണുന്നില്ല ഒരു കൂട്ടരെ ഉസ്താദ്മാർക്കെതിരെ തുള്ളിച്ചാടുന്ന ഒരു കൂട്ടരുണ്ട്. അയാളും ശരിയല്ല, ഇയാളും ശരിയല്ല, ഞാനും മാത്രം ശരിയെന്ന് പറഞ്ഞ് നടക്കുന്ന കൂട്ടരില്ലേ. ഉസ്താദുമാരുടെ അഭിപ്രായം എതിരായാലും ഓരോ തൃപ്തിനെ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ പറഞ്ഞ് ഇനി ബാക്കിയായി നിങ്ങൾക്ക് കേൾപ്പിക്കുകയാണ്. ഇതിന്റെ 62, 63, 64 പേജുകളിലൊക്കെ ആദാബുൽ മുതഅല്ലിമി ശറഹുൽ മുഹദ്ദബിന്റെ 1-ാം വാല്യം അൽ മജ്മൂ ശറഹുൽ മുഹദ്ദബിന്റെ 1-ാം വാല്യത്തിൽ 60 മുതൽ അങ്ങോട്ട് പേജുകൾ നോക്കിയാൽ ആദാബുൽ മുതഅല്ലിമി കാണാം. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, അങ്ങനെ ഖൽബ് ശുദ്ധിയാക്കണം. ഉസ്താദുമാരുമായുള്ള ആ ഒരു തൃപ്തി എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകണം. ഇൽമിന്റെ വഴിയിൽ ജോലിയാകണം. ഇതല്ലാതെ ഒരു മുതഅല്ലിമ് മറ്റൊന്നും ചിന്തിക്കരുത്. അള്ളാഹു നമ്മളൊക്കെ നല്ലവരിൽ പെടുത്തി തെരുമാറാകട്ടെ. ഇനി നിങ്ങൾ നോക്ക്, ഇപ്പൊ ചില ആൾക്കാരുണ്ട്. അതെന്താ? അത് മാണി ഉസ്താദ് പോരാ, ഓനിക്കൊരു ശൈഖ് വേണം. ഇപ്പോ ഞങ്ങൾക്ക് മാണി സ്ഥാനത്തേക്ക് എത്താ ശൈഖാക്കി ഇങ്ങോട്ട് വരുന്നേ. ചില ആൾക്കാർ ഇടുന്ന അങ്ങോട്ട് പോന്നെ. എന്തേ? അത് ശരിയല്ല, അത് ശരി, നമുക്ക് വേറെ ശൈഖന്മാർ വേണോ? നമുക്ക് തൽക്കാലം നമ്മളുള്ള ശൈഖ് തന്നെ മതി. അവന് വേറൊരു ശൈഖിനെ തേടിയിട്ട് ആരും പോകാൻ നിൽക്കണ്ട. നമുക്ക് ഏറ്റവും വലിയ ശൈഖന്മാർ നമ്മളെ ഉസ്താദുമാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ ഉസ്താദുമാരുടെ അനുഭവം. ഇങ്ങനെ ഒരു കിതാബിന്റെ വിഷയത്തിൽ കിട്ടാതിരിക്കുമ്പോൾ ഇടപെടുന്ന ഉസ്താദ് എന്നെ രക്ഷപ്പെടുത്തൂലേ? എനിക്കൊരു കിതാബ് ഇങ്ങനെ നോക്കിയിട്ട് കിട്ടുന്നില്ല. ആ കിട്ടാത്ത ഉസ്താദ് എന്നെ രാത്രി വന്ന് ഇടപെടുകയാണ്, സ്വപ്നത്തിൽ വരികയാണ്, അതിന് ഇടപെടാൻ. ഈ ഉസ്താദ് എന്നെ രക്ഷപ്പെടുത്തൂലേ? എന്തായാലും സംശയമുള്ളത് ഒന്നുമില്ല. ഞാൻ കേരളത്തിലുണ്ടാകുന്ന കാലത്ത് ഒരു ദിവസം പ്രസിഡന്റ് എന്നോട് പറഞ്ഞ്, സാർ നിങ്ങൾ ദേലമ്പാടി നിന്ന് കൂടി മാറണം, നിങ്ങൾക്ക് ഇവിടെ പോരെ കെട്ടാം, ഞാൻ 10 സെന്റ് സ്ഥലം നിങ്ങൾക്ക് തരാം, ഇത് ഈ കാണുന്ന സ്ഥലം എന്നെ കൊണ്ടിട്ട് കാണിക്കുകയാണ്. ഒരു അസർ മഗ്‌രിബിന്റെ ഇടയിൽ പ്രസിഡന്റ് സ്വന്തം സ്ഥലം ഒരു 10 സെന്റ് എനിക്ക് കാണിക്കുകയാണ്. ഇങ്ങനെ ഇവിടെ ഉസ്താദ് പോരെ കെട്ടണം, ഈ സ്ഥലം ഞാൻ ഉസ്താദിക്ക് എഴുതി തരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറയാം എന്ന് പറഞ്ഞു. അത് മഗ്‌രിബായി. ഞാൻ രാത്രി വേദന പോയി. ഇത് മഗ്‌രിബിന് മുമ്പാണ്. രാത്രി വേദന പോയി. ഞാൻ ആരോട് ഞാനും പ്രസിഡന്റും അല്ലാത്ത മൂന്നാമത്തെ ആളിൽ ഇടപെട്ടിട്ടില്ല കേട്ടോ. ആർക്കും അറിയില്ല, ഒരു മഖ്ലൂക്കിനറിയില്ല. രാവിലെ 5:45 ഉസ്താദിൻ്റെ ഫോൺ എടുത്ത്. കാരണം കൊടുത്ത് 6 മണിക്ക് ക്ലാസ് തുടങ്ങും. 5:45 ഉസ്താദിൻ്റെ ഫോൺ വരും. ഇന്നും അതിന് ഉസ്താദിൻ്റെ ഫോൺ 5:45 ഫോൺ. ഏടാ ഞാൻ ക്ലാസ്സിലുള്ള ഉസ്താദ്. ഞാൻ പണ്ട് പറഞ്ഞ നീ മറന്നടാ, പണിക്ക് നിന്നെടുത്ത് പുരട്ടാനും പാടില്ല, പെണ്ണ് കെട്ടാനും പാടില്ല എന്ന് പറഞ്ഞോട്. ഇങ്ങനെ പണിക്ക് നിന്ന സ്ഥലത്ത് നിന്ന് പെണ്ണ് കെട്ടാനും പാടില്ല, പണിക്കുന്ന സ്ഥലത്ത് പുരട്ടാനും. അത് ഉസ്താദിൻ്റെ നിയമമാണ്. നിങ്ങൾക്ക് മറന്നോന്നറിയില്ല, കുറേ ഉണ്ട് നിയമം. ഉസ്താദിൻ്റെ നിയമം കുറേ ഉണ്ട്. അതൊരു നിയമമാണ്. പണിക്കുന്ന സ്ഥലത്ത് പെണ്ണ് കെട്ടാൻ കാലം, പിന്നെ ഒരാൾ പണി കളിക്കിട്ട് പോകേണ്ടി വരും, പുരട്ടാനും കാലം കൂടി പോകേണ്ടി വരും. അത്ര പറഞ്ഞ് ഉസ്താദ് ഫോൺ വെച്ച്. ഈ രാത്രി എൻ്റെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇങ്ങനെ രാവിലെ അറിഞ്ഞു. ഞാൻ ആരോടും പറഞ്ഞിനോ? രാവിലെ ഉസ്താദ് പറയുന്നത് പണിക്കുന്നിടത്ത് പുരട്ടണ്ടെന്നാണ് എന്നോട് പറയുന്നത്. ഞാൻ രാവിലെ പ്രസിഡന്റ് പറഞ്ഞ് അതെൻ്റെ ഉസ്താദിന് തൃപ്തിയല്ല എന്ന് പറഞ്ഞു. ഒഴിവാക്കി. 10 സെന്റ് സ്ഥലം ഇപ്പം 20 ലക്ഷം ഉറുപ്പിക കൊടുക്കാൻ വിറ്റെങ്കിൽ 20 ലാഖ്. പക്ഷേ അത് ഉസ്താദിന് തൃപ്തിയല്ല. ഞാൻ ഇന്നലെ പറഞ്ഞത്, നമ്മുടെ ഉസ്താദുമാരെ മൃഗപ്പിടിച്ചാൽ ആ ഉസ്താദുമാരെ നമ്മളെ നിയന്ത്രിക്കും. വേറൊന്നും നമുക്ക് വേണ്ട, നമുക്ക് വേറെ ഒരു ശൈഖും വേണ്ട. പക്ഷെ എന്ത് വേണം? ആ ഉസ്താദിനെ കുറിച്ചുള്ള പൂർണ്ണമായുള്ള വിശ്വാസവും ഉസ്താദിലേക്ക് അങ്ങോട്ട് തൃപ്തിയും ഇങ്ങോട്ടും തൃപ്തി, 2 തൃപ്തിയും കരസ്ഥമാക്കാൻ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ചെയ്തിട്ട് നല്ലവരായി ജീവിക്കണം. ഉസ്താദുമാരെ വിട്ടിട്ടൊരു കളിയില്ല. കുറേ അബ്ദുൽ കരീം ഹൗസാനി തങ്ങൾ റിസാലത്തുൽ ഖുശൈരി ഇവിടെ വായിക്കാനുണ്ട്. മഹാന്മാർ പറഞ്ഞു, ഉസ്താദുമാരെ വിട്ട് ഉസ്താദുമാരെ കുരുത്തക്കേട് വാങ്ങിയാൽ എനിക്ക് മാഫില്ല എന്ന് വരെ അബ്ദുൽ ഹജീം ഹൗസാനി തങ്ങൾ റിസാലത്തുൽ ഖുശൈരി എഴുതി വെച്ചത് കാണാം. ഒരിക്കലും ഉസ്താദുമാരുടെ തൊട്ട് കളിച്ചാൽ എനിക്ക് മാഫില്ല. ഞാനൊരു ദർസ് വാർഷികത്തിൽ ഒരു സിൽവർ ജൂബിലിക്ക് ഈ ആനക്കല്ല് ഭാഗത്തെ ഞാൻ ഈ റിസാലത്തുൽ ഖുശൈരി ഇബാറത്ത് വെച്ചിട്ട് ശരിക്കും വ്യാഖ്യാനിച്ചു. ഉസ്താദുമാർക്ക് എതിർ പ്രവർത്തിച്ചു എനിക്ക് മാഫില്ല.
പിറ്റേ ദിവസം രാവിലെ ആ ചങ്ങായിൻ്റെ ഫോണ്, ആ കുരുവട്ടൂരിൻ്റെ ഫോൺ എനിക്ക്, നൗഷാദിൻ്റെ. മൊയിലാരെ കിതാബ് നോക്കിയിട്ട് അർത്ഥം വെക്കണം, തോന്നിവാസം അർത്ഥം വെക്കാൻ പാടില്ല. ഇതിന് തോന്നിക്കൊണ്ട് ഞാൻ അർത്ഥം വെച്ചത്, ഞാൻ അർത്ഥം വെച്ചത് അവനിക്ക് കൊണ്ടു. കാരണം ഉസ്താദന്മാർക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളല്ലേ. പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഫോനാണോ എൻ്റെ, എന്താ ഫോന്, മുസ്ലിയാരെ കിതാബ് നോക്കിയിട്ട് പഠിച്ചിട്ട് അർത്ഥം വെക്കണം, തോന്നിവാസം അർത്ഥം വെക്കണ്ട. ഞാൻ പറഞ്ഞു കേരളം പിണറായി നിങ്ങൾക്ക് എഴുതി തന്നിട്ടൊന്നുമില്ല, അത് എല്ലാവർക്കും കൂടെ എവിടെയും പ്രസംഗിക്കാൻ അധികാരമുണ്ട്. ഞാൻ പഠിച്ചേ ഞാൻ പ്രസംഗിക്കും. അന്വേഷണക്ക് വിളിച്ചിട്ടില്ല. എന്താ ഓരോ നെഞ്ചത്തേക്ക് കൊണ്ടതാ. ഉസ്താദുമാർക്ക് എതിരായ പിന്നെ അവർക്ക് തൗബയില്ല. ലാ തൗബത്ത ലഹന്നത്തെ രീതി വെച്ചിട്ട് കാണാം. ഉസ്താദുമാർക്ക് എതിരായവർക്ക് തൗബയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, ഉസ്താദുമാർക്കെതിരെ പ്രവർത്തിക്കാതെ നല്ല മുത്തഅല്ലിമീങ്ങളായി, നല്ല ആത്മാർത്ഥതയുള്ള ഇഖ്ലാസുള്ള മുത്തഅല്ലിമീങ്ങളായി ശരിക്കും സമയം പഠനത്തിന് വേണ്ടി ചെലവഴിക്കണം. സമയം ഒരിക്കലും പാഴാക്കരുത്. സമയം വലിയ സമ്പത്താണ്, നഫായിസാണ്, വിലമതിക്കാൻ കഴിയാത്തതാണ് സമയം എന്ന് പറയുന്നത്. ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ആ ഉസ്താദുമാരെ വായിൽ നിന്ന് കേൾക്കുന്നത് മുഴുവനും അത് പഠിച്ച് ബൈഹർട്ടാക്കി ഇൻഷാ അല്ലാഹ് ഉഖ്റവിയായ മുതഅല്ലിമായി വളരാൻ നമുക്ക് കഴിയണം. അർഹമുർ-റഹീമായ റബ്ബ് നീ അതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. അല്ലാഹ് ഇരിക്കുന്ന മുതഅല്ലിമീങ്ങൾ, അവർക്ക് പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട സൈലുൽ ഉലമ ഉസ്താദവറുകൾ, അതുപോലെ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, അധ്വാനിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, നാട്ടിലുള്ളവർ, വിദേശത്തുള്ളവർ, ആമീൻ പറയണം. എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്, നീ സന്തോഷം നൽകണേ റഹ്മാനേ, നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളാരും നീ പരാജയപ്പെടുത്തല്ല അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട നിന്റെ യഥാർത്ഥ അടിമകളിൽ പെടുത്തണം റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ പൊരുത്തമാണ്, നിന്റെ റിളയാൻ. നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഈ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് പഠനത്തിൽ ഒരു മുടക്കവും നീ നൽകല്ല അല്ലാഹ്. നന്നായി പഠിക്കാനുള്ള എല്ലാ തൗഫീഖും കഴിവും ഹിമ്മത്തും നീ ഏറ്റി കൊടുക്കണേ റഹ്മാനെ. ഇൽമിനെതിരായി വരുന്ന എല്ലാ തടസ്സങ്ങളും നീ നീക്കണം റഹ്മാനെ. ഞങ്ങൾക്കും ഇൽമു വർദ്ധിപ്പിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നോക്കുന്ന ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കാനും നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഉഖ്റവിയായ ആലിമീങ്ങളിൽ പെടുത്തി തരണം അല്ലാഹ്. ഉസ്താദുമാരെ മുറുകെ പിടിക്കുന്ന, ഉസ്താദുമാരുടെ പൊരുത്തം ലഭിക്കുന്ന മുതഅല്ലിമീങ്ങൾ ഞങ്ങളെ നീ പെടുത്തണം അല്ലാഹ്. ഉസ്താദുമാരുടെ കുരുത്തക്കേട് വാങ്ങുന്നവരെ കൂട്ടത്തിൽ ഞങ്ങൾ ആരും നീ പെടുത്തിക്കളയല്ല അല്ലാഹ്. ജീവിതകാലം മുഴുവനും ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണം റഹ്മാനെ, റാഹത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ റഹ്മാനെ, ആഫിയത്ത് നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളെ സഹായിക്കുന്നവർ എല്ലാവർക്കും നീ മരണം വരെ ആഫിയത്ത് നിലനിർത്തണം റഹ്മാനെ. ബേജാറുകൾ തീർക്കണേ അല്ലാഹ്. രോഗങ്ങളെല്ലാം മാറ്റിത്തരണം റഹ്മാനെ, രോഗങ്ങളെല്ലാം മാറ്റിത്തരണേ അല്ലാഹ്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന പലവരും പല നിലക്കുള്ള രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാഹ്. ആജിലായ കാമിലായ ശിഫാ നീ നൽകണം റഹ്മാനെ. രോഗം തന്ന് ഞങ്ങളാരും നീ പരീക്ഷിക്കല്ല അല്ലാഹ്. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്ന് വിജയിപ്പിക്കണം റഹ്മാനെ. മരണം വരെ തഅല്ലുമു തഅലീമിനിക്ക് നീ തൗഫീഖ് ചെയ്യണം അല്ലാഹ്. മുതആല ചെയ്യാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ഇൽമിന്റെ ബന്ധം നീ മുറിച്ചു കളയല്ല റബ്ബേ. മരണം വരെ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. മൗത്തായി പോയ, നമ്മളിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. ഖബറിൽ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. വനിരായ ശൈഖുനാക്ക് നീ ആഫിയത്ത് കൂട്ടിക്കൊടുക്കണേ അല്ലാഹ്. ക്ഷീണങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണം റഹ്മാനെ, ക്ഷീണങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണം അല്ലാഹ്. പടച്ചോനെ, പലവരും ഇന്ന് പുണ്യമക്കയിലാണ്, മദീനയിലാണ് അല്ലാഹ്. ഞങ്ങൾക്ക് വല്ലാതെ പലവരും യാത്ര അയക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ് പടക്കുകയാണ്. ഞങ്ങൾക്കും പോകണം, അത് വിദൂരമല്ലാത്ത ഭാവിയിൽ ഹജ്ജിന് തൗഫീഖ് ചെയ്യണം റഹ്മാനെ, ഉംറക്ക് തൗഫീഖ് ചെയ്യണം അല്ലാഹ്. പുന്നാര ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പൊരുത്തപ്പെട്ട സിയാറത്തിന് തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോൾ സലാം മടക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. സലാം പറയുമ്പോൾ മുഖം തിരിച്ചു കളയുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമക്കൾ, ജ്യേഷ്ഠനുജന്മാർ, കുടുംബക്കാർ, സ്നേഹിതന്മാർ, ഞങ്ങളെ ശിഷ്യന്മാർ,
പടച്ചറബേ ആഖിബത്ത് നന്നാക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ. നല്ല മരണം നല്ല സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഒരപകടത്തിലും പെടുത്തല്ല റഹ്മാനെ, ഒരാക്സിഡന്റിലും പെടുത്തല്ല അല്ലാ. ചിന്നിച്ചിതറിയ മയ്യത്തുകൾ ആക്കല്ല റബ്ബേ, മോർച്ചറിൽ കിടക്കാൻ വിധികൂട്ടല്ല അല്ലാ, പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കല്ല റബ്ബേ. നല്ല മരണം നല്ല സമയത്ത് നല്ല സ്ഥലത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. കലിമത്ത് തൗഹീദ് പലവട്ടം ചൊല്ലി മഹാന്മാര് കണ്ടതുപോലെ സ്വർഗം കണ്ട് ആശിഖീങ്ങൾ കണ്ടതുപോലെ ഹബീബുൽ വറാ റസൂലുള്ളാഹി തങ്ങളെ കണ്ടു മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ഈ സരസ് നാളെ സ്വർഗത്തിലേക്കുള്ള സരസായി നീ കബൂലാക്കണേ അല്ലാ. ഈ സ്ഥാപനത്തിന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ എല്ലാ നിലക്കും റാഹത്തും സന്തോഷവും സമാധാനവും ആഫിയത്തും നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാ ബേജാറുകളും നീ തീർക്കണം റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. തമാശ പുറത്തിട്ട്